ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिववर्णेभिः शृणुयाम देवाः भद्रं पश्येमक्षभिर्यजत्राः स्थिरैरङ्गैस्तुष्टुवांसस्तनूभिर्व्यसेम देवहितं यदायुः। स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति नः पूषा विश्ववेदाः स्वस्ति नः तार्क्ष्यो अरिष्टनेमे स्वस्ति नो बृहस्पतिर्दधातु। ओम शांति शांति शांति। നമ്മൾ പ്രശ്നോപനിഷത്തിൽ ഒന്നാമത്തെ പ്രശ്നമാണ് സാമാന്യമായി ചിന്തിക്കുന്നത്. അവിടെ ഒന്നാം പ്രശ്നത്തിൽ 10 മന്ത്രങ്ങൾ പൂർത്തിയാക്കി. സുകേശാച ഭാരദ്വാജഃ ശൈബ്യശ്ച സത്യകാമഃ സൗര്യായണീ ച ഗാർഗ്യഃ കൗസല്യശ്ചാശ്വലായനോ ഭാർഗവോ വൈദർഭിഃ കബന്ധി കാത്യായനഃ തേ ഹൈതേ ബ്രഹ്മപരാ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മന്വേഷമാണാഃ ഏഷഃ വൈ തത്സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദമുപസന്നാഃ താൻ ഹ സ ഋഷിരുവാച ഭൂയ ഏവ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ യഥാ കാമം പ്രശ്നാൻ പൃച്ഛത യദി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമ ഇതി. അധ കബന്ധി കാത്യായന ഉപേത്യ പപ്രച്ഛ ഭഗവൻ കുതോ ഹവ ഇമാ പ്രജാ പ്രജായന്ത ഇതി. തസ്മൈ സഹോവാച പ്രജാകാമോ വൈ പ്രജാപതിഃ സ തപോതപ്യത സ തപസ്തപ്ത്വാ സ മിഥുനമുത്പാദയത്തെ രയിം ച പ്രാണം ചേത്യേതൗ മേ ബഹുധാ പ്രജാ കരിഷ്യത ഇതി. ആദിത്യോ ഹ വൈ പ്രാണോ രയിരേവ ചന്ദ്രമാ രയിർവാ ഏതസർവം യന്മൂർത്തം ചാമൂർത്തം ച തസ്മാൻ മൂർത്തിരേവ രൈഃ. അഥാദിത്യ ഉദയൻ യത് പ്രാചീം ദിശം പ്രവിശതി തേന പ്രാച്യാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ യദ്ദക്ഷിണാം യത് പ്രതീചീം യദുദീചീം യദധോ യദൂർധ്വം യദന്തരാ ദിശോ തത്സർവം പ്രകാശയതി തേന സർവാൻ പ്രാണാൻ രശ്മിഷു സന്നിധത്തെ. സ ഏഷ വൈശ്വാനരോ വിശ്വരൂപ പ്രാണോഗ്നിരുദയത്തെ തദേതത് ഋചാഭ്യുക്തം വിശ്വരൂപം ഹരിണം ജാതവേദസം പരായണം ജ്യോതിരേകം തപന്തം സഹസ്രരശ്മി ശതധാ വർത്തമാന പ്രാണപ്രജാനാം ഉദയത്യേഷ സൂര്യഃ. സംവത്സരോ വൈ പ്രജാപതിഃ തസ്യായനെ ദക്ഷിണം ചോത്തരം ച തദ്യേഹ വൈ തദിഷ്ടാപൂർത്തേ കൃതമിത്യുപാസത്തെ തേ ചന്ദ്രമസമേവ ലോകമഭിജയന്തെ തയേവ പുനരാവർത്തന്തെ തസ്മാദേത ഋഷയ പ്രജാ കാമാ ദക്ഷിണം പ്രതിപദ്യന്തെ
ഏഷഃ വൈരൈര്യ പിതൃയാണഃ അധോത്തരേണ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ വിദ്യയാ ആത്മാനമന്വിഷ്യ ആദിത്യമഭിജയന്തേ ഏതദ്വൈ പ്രാണാനാമായതനം ഏതദമൃതമഭയമേതത്പരായണം ഏതസ്മാന്ന പുനരാവർത്തന്തെ ഇത്യേഷ നിരോധഃ തദേശ ശ്ലോകഃ. അവിടെ ദക്ഷിണായനവും ഉത്തരായനവും പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാം സാന്ദർഭികമായി പറഞ്ഞതാണ്, മുഖ്യോപദേശമല്ല. മുഖ്യോപദേശം എന്തേ ഉള്ളൂ? ജൈപ്രാണാത്മകമായ പ്രജാപതിയാണ് സംവത്സരം. അങ്ങനെ വരുമ്പോൾ ഉത്തരായണം പ്രാണനും ദക്ഷിണായനം രയ്യുവാണെന്നുള്ളതേ ഉള്ളൂ. അതേ ഉപദേശമുള്ളൂ. മറ്റത് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ചെയ്ത് കൃതമെന്ന് വിചാരിക്കുന്നവർ ദക്ഷിണായനത്തെ പ്രാപിക്കുന്നു. തപസ്സിലൂടെ, ശ്രദ്ധയോടെ, ബ്രഹ്മചര്യത്തിലൂടെ, വിദ്യയിലൂടെ ആത്മാന്വേഷണം ചെയ്യുന്ന അങ്ങേയറ്റത്തെ വിരക്തിയുള്ളവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു. 2 മാർഗം പറഞ്ഞു. എന്നിട്ട് ഈ പറഞ്ഞത് ശ്രുതിയാൽ പറയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു. താൻ സ്വാനുഭവത്തിൻ്റെ ദാർഢ്യത്തിൽ നിന്നോ തൻ്റെ നിസ്സംശയമായ ബോധതലത്തിൽ നിന്നോ ഉപദേശിക്കുകയാണെങ്കിൽ പോലും പൂർവാചാര്യന്മാരുടെ സമ്മതിയെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് കാലം ആരംഭിച്ചു നമുക്കറിയില്ല. സദാശിവ സമാരംഭം, സാക്ഷാൽ ദക്ഷിണാമൂർത്തിയിൽ നിന്ന്, സദാശിവനിൽ നിന്ന് ആരംഭിച്ച്, അഥവാ നാരായണ സമാരംഭം, നാരായണനിൽ ആരംഭിച്ച് അങ്ങനെ നമ്മുടെ ഗുരുനാഥനിലെത്തി നിൽക്കുകയാണ്. അടുത്ത തലമുറ പറയുമ്പോൾ അവരുടെ ഗുരുനാഥനിൽ, അടുത്ത തലമുറ പറയുമ്പോൾ അവരുടെ ഗുരുനാഥനിൽ. ഒരിക്കലും ഈ ജ്ഞാന പരമ്പരയ്ക്ക് വിരാമചിഹ്നമില്ല, തുടർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ വിരാമചിഹ്നം ഇടുന്നത് അപ്പം നമ്മൾ മതമായി മാറി. എൻ്റെ ഗുരുവിൽ അവസാനിച്ചു, ഇത് ഈ ജ്ഞാനപരമ്പര എൻ്റെ ഗുരുവിൽ അവസാനിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഉപാസ്യത്തിൽ അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മതമായി അധപ്പതിച്ചു. ധർമ്മം എന്നുള്ളത് പോയി. അതാണ് മതവും ധർമ്മമായിട്ടുള്ള അനേക വ്യത്യാസങ്ങളിലൊന്ന്. മതങ്ങളിലൊക്കെ ഒന്നുകിൽ അവസാനത്തെ പ്രവാചകൻ, അല്ലെങ്കിൽ അവസാനത്തെ ദൈവപുത്രൻ, അല്ലെങ്കിൽ അവസാനത്തെ ഗുരു, എന്തെങ്കിലും ഒന്നുണ്ടാവും. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടും. നമുക്കത് സാധ്യമല്ല. നമ്മൾ പൂർവികന്മാരെ ആദരിക്കുന്നു, ഇപ്പോൾ ഉള്ളവരെ ആദരിക്കുന്നു, ഇനി വരാൻ പോകുന്നവരെയും ആദരിക്കും. അത് ശ്രദ്ധിക്കുക. ഏതായാലും തൻ്റെ ഉപദേശത്തിന് പൂർവാചാര്യ സമ്മതിയെ ചൂണ്ടിക്കാണിക്കുന്നു. നോക്കൂ, പഞ്ചപാദം പിതരം ദ്വാദശാകൃതിം ദിവ ആഹു പരേ അർദ്ധേ പുരീഷിണം അധേമേ അന്യ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി. ഈ പുസ്തകം കയ്യിലുള്ളവർ തിരുത്തണം. പുരീഷിണാം എന്നുണ്ട്, അത് തെറ്റാണ്. പുരീഷിണം. പഞ്ചപാദം പിതരം ദ്വാദശാകൃതിം ദിവ ആഹു പരേ അർദ്ധേ പുരീഷിണം അധേമേ അന്യ ഉപരേ വിചക്ഷണം സപ്തചക്രേ ഷഡര ആഹുരർപ്പിതമിതി. പഞ്ചപാദം, 5 പാദങ്ങളോട് കൂടിയ. പിതരം, പിതാവിനെ. പിതാവിനെ എങ്ങനെയുള്ള പിതാവിനെ? 5 കാലുകളോട് കൂടിയ പിതാവിനെ.
ദ്വാദശാകൃതി 12 ആകാരങ്ങളോടുകൂടിയ പിതാവിനെ. ആഹു പറയുന്നു എവിടെ? ദിവേ, ദ്വിലോകത്തിൽ, പരമമായ ദ്വിലോകത്തിൽ, പരേ അർദ്ധേ, പരമമായ സ്ഥാനത്തിൽ. പരമമായ സ്ഥാനത്തിൽ. അപ്പോൾ ദ്വിലോകത്തിൽ പരമമായ സ്ഥാനത്തിൽ 12 ആകൃതിയോടൊത്തവനും 5 പാദങ്ങളോടൊത്തവനുമായ പിതാവ് വർത്തിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയുള്ള പിതാവാ? പുരീഷിണം, ജലയുക്തനായിട്ട്. ഇങ്ങനെയാണ് ഒരു പക്ഷം. ഇതിനെ നമുക്ക് വിശദീകരിച്ച് ചിന്തിക്കാം. വേറൊരു പക്ഷം, അഥ അനന്തരം അന്യേ, വേറെ ചിലരെന്താ പറയണത്? വിചക്ഷണം, ജ്ഞാനസ്വരൂപമായതിനെ സപ്തചക്രേ, 7 ചക്രങ്ങളോട് കൂടിയതായിട്ടും ഷഡര, 6 അരങ്ങളോട് കൂടിയതായിട്ടും അർപ്പിതമാണ് എന്ന് ആഹു പറയുന്നു. അപ്പം ഇവിടെ കാലചക്രത്തെയാണ് പറയുന്നത്. കാലചക്രത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ പരാമർശങ്ങളുണ്ട് ശാസ്ത്രത്തിൽ. ഇതിൻ്റെ വിശദീകരണം വേദാന്തത്തിൻ്റെ വിഷയമല്ല, അത് ജ്യോതിശാസ്ത്രത്തിൻ്റെ വിഷയമാണ്. ജ്യോതിശാസ്ത്രത്തിൻ്റെ വിഷയമാണ് ഇതിൻ്റെ വിശദീകരണം. ഇവിടെ പരാമർശിച്ചു പോകുന്നേ ഉള്ളൂ. ഇപ്പം കാലചക്രത്തെ നമുക്ക് നോക്കി കാണുമ്പോൾ പല രീതിയിൽ വർണ്ണിക്കുന്നതുണ്ട്. ഒന്ന്, 12 രാശികളിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതായിട്ട് ഒരു വർണ്ണന. അതാണ് ഒരു വർണ്ണന. മറ്റൊരു വർണ്ണന 12 മാസങ്ങളോട് കൂടിയതായിട്ട്, അതിങ്ങനെ കറങ്ങും. ഇതിനാരംഭവും ഇല്ല, അവസാനവും ഇല്ല, കറങ്ങിക്കൊണ്ടേ പോകും. സംവത്സരം. ഈ സംവത്സര ചക്രം സൂര്യാധിഷ്ഠിതമായി അല്ലെങ്കിൽ സൂര്യാപേക്ഷമായി നോക്കുന്നത് നമ്മളാകട്ടോ. നമ്മളെന്ന് പറഞ്ഞാൽ ഈ സൗരയൂഥത്തിൽ ജീവിക്കുന്ന കാലത്തോളം, അഥവാ സൗരയൂഥത്തിൻ്റെ ഭാഗമായ ഭൂമിയിലോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലോ താമസിക്കുന്ന കാലത്തോളം സൂര്യാപേക്ഷയിൽ മാത്രമേ നമുക്ക് കാലചക്രത്തെ നോക്കി കാണാൻ പറ്റൂ. അങ്ങ് ദൂരെ ഏതെങ്കിലും സൂര്യനും വെളിക്ക് എങ്ങോട്ടോ പോയാൽ അതവിടെ നിൽക്കട്ടെ, നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഇത് മതി. അങ്ങനെ വരുമ്പോൾ 12 മാസങ്ങളായിട്ട് പിരിഞ്ഞ ഓരോ മാസത്തിലും അയന 2 പക്ഷങ്ങൾ. അപ്പം എന്ത് വരും? 15 15 30 ദിവസം. അങ്ങനെ 30 ദിവസം, 30 ചെറിയ കള്ളികളുള്ള 12 ആരങ്ങൾ. ആ 12 ആരങ്ങളോട് കൂടിയതാണ് ഈ കാലചക്രം, ഈ കറക്കം. ഒരു ചക്രം സങ്കല്പിച്ചാൽ മതി. പഴയ കാളവണ്ടി ചക്രമൊക്കെ ഓർമ്മിച്ചാൽ മതി. പന്ത്രണ്ട് ആരങ്ങളോട് കൂടിയത്. ആ ഓരോ ആരത്തിൻ്റെ നടുക്ക് വലിയ ഒന്നുണ്ടാവും. ആ ഒന്നാണ് കൃഷ്ണപക്ഷത്തെയും ശുക്ലപക്ഷത്തെയും വേർതിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കമ്പികൾ ഒരു 15 എണ്ണോ 14 എണ്ണോ. ഇപ്പം ശരിയായി, അപ്പം 360. ഇതിനിടയ്ക്ക് 6 ഋതുക്കൾ സ്പഷ്ടമായിട്ടുണ്ട്. 6 ഋതുക്കൾ സ്പഷ്ടമായിട്ടുണ്ട്. ഷഡര, 6 അരങ്ങൾ. ഇനി ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ
ഹേമന്തത്തെയും ശിശിരത്തെയും പ്രത്യേകിച്ച് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല. ഇപ്പം നമുക്കിവിടെ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കേരളത്തിലും പ്രയാസം തന്നെയാണ്. ഋതുക്കളുടെയും ഞാറ്റുവേലകളുടെയും ഒക്കെ കണക്ക് പോയി. പക്ഷെ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം. നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ വലിയ വലിയ ഇല്ലേ, അമ്മമ്മ, അച്ഛമ്മ, മുത്തശ്ശൻ, മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം, കൃത്യമായി ഞാറ്റുവേല പറഞ്ഞ ദിവസം ആ പകർച്ച വരും. ആ ഞാറ്റുവേല കഴിഞ്ഞാൽ അടുത്ത ഞാറ്റുവേലയുടെ ലക്ഷണം അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അത് വരും. ഇപ്പോൾ മാറ്റം വന്നുപോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നല്ല രീതിയിൽ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രേ സാധിക്കൂ. എന്നാൽ മാത്രമേ നമ്മുടെ പിന്നെ ഇപ്പം ഞാറ്റുവേലയൊക്കെ നോക്കണമെന്നും കാർഷിക വൃത്തിയിൽ ആരാ കഴിയണ കേരളത്തിൽ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറി വരുന്നത് നോക്കിയിരിക്കുകയല്ലേ ഇവിടെ? ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറി വരുന്നത് നോക്കിയിരിക്കുകയാണ്. അരി കാണിച്ചാലും ഗോതമ്പാണിച്ചാലും പച്ചമുളക് കാണിച്ചാലും നോക്കണേ. തക്കാളി ആണെങ്കിലും കോഴിയാണെങ്കിലും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരണമെന്ന് നോക്കിയിരിക്കുക. എന്തൊക്കെയാ അകത്താക്കണമെന്ന് അറിയില്ല, എല്ലാം പുറമേ നിന്ന് വരണം. അപ്പം പിന്നെ ഇവിടെ എന്തിനാ ഞാറ്റുവേല? അതുപോലെ തന്നെയാണ് ഋതുക്കൾ. ഋതുക്കൾ ശരിക്ക് നമുക്ക് വ്യക്തമായ ഋതുഭേദം ഉണ്ട്. വ്യക്തമായി 2 മാസം ചേരുന്ന ഓരോരോ ഋതുവിൻ്റെ ലക്ഷണങ്ങൾ, അതിനനുസരിച്ചായിരുന്നു നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ. ഓർമ്മിക്കുക, ഇതിപ്പോൾ എല്ലാ കാലവും ഒരേ ഭക്ഷണമാണ് നമുക്ക്, ഇല്ലേ? ഇപ്പം എല്ലാ കാലവും ഒരേ ഭക്ഷണമല്ലേ? എന്താണ്? ഇഡ്ഡലി, ദോശ, പിന്നെന്താ, ഉപ്പുമാവ്, പുട്ട്, എന്തൊക്കെയോ സാധനങ്ങൾ. ഇതെല്ലാ കാലവും അത് തന്നെയാണ്. അങ്ങനെയല്ല. ആയുർവേദത്തിൽ സ്വസ്ഥവൃത്തത്തിൽ പ്രത്യേകം പറയുന്നത് ആർത്തവമാണ് ഭക്ഷണം. ഋതുവിനനുസരിച്ച് മാറേണ്ടതാണ്. ഓരോ ഋതുവിന് അനുസരിച്ച് ഭക്ഷണം മാറണം. മധുരം അധികം കഴിക്കേണ്ട ഋതു, മധുരം കഴിക്കാൻ പാടില്ലാത്ത ഋതു, പുളി അധികം കഴിക്കേണ്ട ഋതു, പുളി കഴിക്കാൻ പാടില്ലാത്ത ഋതു, ചവർപ്പ് കഴിക്കേണ്ട ഋതു. അങ്ങനെ സ്വസ്ഥവൃത്തത്തിൽ വ്യക്തമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. ഇപ്പം എല്ലാം ഒരേപോലെയാണ്. എന്നും കുഴിമന്തി അല്ലേ? അതെ, എന്നും ഷവർമ. അതാണ്. എല്ലാം കണക്ക് തന്നെ. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അറിയില്ല, എന്തൊക്കെയുണ്ട്. അപ്പം പിന്നെ വേഗം കുഴി മാന്തുക തന്നെ, അതല്ലാണ്ട് വേറെ വഴിയില്ല. കുഴി വേഗം മാന്തുക, മണ്ണിട്ട് മൂടുക, വേറെ എന്ത് ചെയ്യാനാ? അപ്പോൾ ഋതുക്കൾ, ഈ ഋതുക്കളിൽ ശരിക്കും 6 ഋതുക്കളുണ്ടെങ്കിൽ ഹേമന്തത്തെയും ശിശിരത്തെയും ഒന്നായി ചേർത്തിട്ടാണ് 5 എന്ന് പറയുന്നത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സ്ഥലങ്ങളിലും ഈ ഹേമന്ത ശിശിരങ്ങളുടെ വ്യത്യാസം ശരിക്കും കാണില്ല. രണ്ടും ചേർന്ന് ഒരുപോലെ ആയിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് ഇപ്പം അല്ല, മുമ്പ് പറയുകയാണെങ്കിൽ വർഷാഋതു എന്നുള്ളത് 2 മാസം അല്ല നമുക്ക്. ഉത്തരഭാരതത്തിൽ വർഷാഋതു 2 മാസമേ ഉള്ളൂ. മഴ പെയ്യണത് ഋതുവായിട്ട് മഴ പെയ്യണത് 2 മാസമേ ഉള്ളൂ. നമുക്ക് 2 അല്ല 4 ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 2 ഋതുക്കളെ ചേർത്ത് 5 ആക്കിയിട്ട് പറയാം. അതാണ് പഞ്ചപാദം. 5 പാദങ്ങളോടൊത്തതായിട്ട് എല്ലാത്തിനെയും പാലിക്കുന്നവൻ പിതാവ്. പിതാവ് എന്ന് പറഞ്ഞാൽ പാതി ഇതി പിതാ, രക്ഷിക്കുന്നവൻ, പാലിക്കുന്നവൻ. നമ്മളെയൊക്കെ പാലിക്കുന്ന പ്രത്യക്ഷ ദൈവമാരാ? സൂര്യനാണ്. നമ്മളെ രക്ഷിക്കുന്ന പ്രത്യക്ഷ ദൈവം സൂര്യനാണ്. നമുക്ക് എല്ലാ തരത്തിലും പെട്ട ഊർജം പ്രദാനം ചെയ്ത്, നമുക്ക് വെള്ളം തന്ന്, നമുക്ക് ശുദ്ധവായു തന്ന്, നമുക്ക് ഭക്ഷണം തന്ന്, നമ്മളെ ശരീരത്തിന് എല്ലാ ജീവകങ്ങളും തന്ന്,
നമ്മളെ പോഷിപ്പിക്കുന്നത് സൂര്യനാണ്. അല്ലേന്ന് ആലോചിച്ച് നോക്കൂ. സൂര്യനല്ലേ വെള്ളം തരുന്നേ? അതെ, സൂര്യനാണ് ഭക്ഷണം തരുന്നത്, സൂര്യനാ വായു തരുന്നത്. നമുക്ക് വേണ്ടതെല്ലാം എല്ലാ ഊർജ വിഭാഗങ്ങളുടെയും സ്രോതസ്സ് സൂര്യനാണ്. അതുകൊണ്ട് ഒരു സംശയമില്ല, നമ്മെ സംബന്ധിച്ച് പിതാവ് സൂര്യനാണ്. പിതരം ദ്വാദശാകൃതിം, 12 ആകൃതികളോടുകൂടിയ, 12 മാസങ്ങളോടുകൂടിയ. ഓരോ മാസത്തിനും വ്യക്തമായ ലക്ഷണമുണ്ട്. ആ ലക്ഷണം പക്ഷദ്വയം എന്നുള്ളതാണ്. ചന്ദ്രവൃദ്ധിപക്ഷം ശുക്ലപക്ഷം, ചന്ദ്രക്ഷയപക്ഷം കൃഷ്ണപക്ഷം. പക്ഷദ്വയം മാസം. ഇനി വേറെ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഇവിടെ സൂര്യനെ പറയുന്നത് കൊണ്ട് ചാന്ദ്രകൃതമായ മാസത്തെ എടുക്കേണ്ടതില്ല. പകരം സൂര്യൻ 12 രാശികളിലൂടെ പ്രവേശിച്ച് സഞ്ചരിക്കുന്നതിന് എടുത്താൽ മതി. മേഷം മുതലുള്ള 12 രാശികളെടുത്താൽ മതി. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങ, അങ്ങനെ 12 രാശി എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഏതായാലും 5 പാദായാലും 6 പാദായാലും 7 ചക്രങ്ങളായാലും 7 ചക്രങ്ങൾ, 7 ഹയങ്ങളാണ്, 7 കുതിരകളാണ് സൂര്യൻ്റെ രഥത്തെ വലിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുതിരകൾ ചക്രത്വേന കൽപ്പിക്കപ്പെട്ടിരിക്കുക 7 കുതിരകളാണ്. ഇങ്ങനെ ഋതുക്കളോടും മാസങ്ങളോടും അഥവാ രാശികളോടും കൂടിയ പിതാവ് രക്ഷകൻ പരമമായ ദ്യോവിൽ ജലവാനായിട്ട് വസിക്കുന്നു. ഇവിടെ ജലവാനായിട്ട് വസിക്കുന്നു എന്നുള്ളതിൻ്റെ സൂക്ഷ്മാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമുണ്ട് ഇന്നത്തെ കാലത്ത്. പക്ഷെ ഋഷി പറയുന്നതിൽ എന്തെങ്കിലും താത്പര്യങ്ങളുണ്ടാവും. നാളെ അത് വെളിപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസമാണ്. കാരണം നമ്മെ സംബന്ധിച്ചിന്ന് ജലവാനായിട്ട് സൂര്യനെ കാണുക വിഷമമുണ്ടാവും. പക്ഷേ സൂര്യനിൽ നടക്കുന്ന അതിമഹത്വപൂർണമായ ഊർജ വികിരണ പ്രക്രിയ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. എങ്കിലും ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് സൂര്യൻ വലിയൊരു ഹീലിയത്തിൻ്റെ ബോഡിയാണെന്നാണ്. അവരുടെ ഊഹമാണ്, അല്ലാണ്ട് സൂര്യനിലാരും പോയിട്ടൊന്നുമില്ല. ഇവിടുന്ന് ഏകദേശം നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹീലിയത്തിൻ്റെ ആധിക്യമാണ് സൂര്യനിൽ പറയുന്നത്. ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ ഹൈഡ്രജനും ഹീലിയവും, വളരെ ചെറിയ ഭേദമേ ഉള്ളൂ. അപ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയ അത് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഓക്സീകരണ പ്രക്രിയയാണോ അറിയില്ല, നമുക്കറിയില്ല. നമ്മൾ ഊഹിക്കുന്നത് അവിടെ ഫ്യൂഷൻ നടക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഊഹിക്കുന്നത്. ആ ഫ്യൂഷനിലൂടെയാണ് ഇത്ര ബൃഹത്തായ ഊർജം പ്രസരിക്കുന്നതെന്നാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രപ്പോസിഷനെ പറഞ്ഞു, അല്ലാണ്ട് കണ്ടെത്തിയതല്ല ആശയം. ഏതായാലും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കട്ടെ. ജലയുക്തമായിട്ടാണ് സൂര്യനെ വേദം പറഞ്ഞിട്ടുള്ളത്. ഇനി ഹൈഡ്രജൻ്റെ അത്യന്തമായ ആധിക്യം അവിടെ ഉണ്ടോ? ഹൈഡ്രജൻ അയോണുകളാണോ? അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ജലവന്തം എന്ന് പറയാം. നമുക്കറിയില്ല, അതിനെക്കുറിച്ച് അറിയാത്ത വിഷയമാണ്. ഇനി ഋഷി എന്തായാലും ജലവന്തം എന്നാണ് പറഞ്ഞത്. സൂര്യസ്വരൂപത്തെ ജലയുക്തമായതായിട്ടാണ് പറയുന്നത്. ഇനി നമ്മെ സംബന്ധിച്ച് ഭൂമിയിലെ എല്ലാ ജലരാശികളെയും പ്രദാനം ചെയ്തത് സൂര്യനാണ്. സൂര്യാനുഗ്രഹം കൊണ്ടാണ് എല്ലാ ജലരാശിയും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് പറയാം. മഴ എന്ന പ്രക്രിയ സൂര്യാധിഷ്ഠിതമാണ്. അത് ഋഗ്വേദ സംഹിതയിൽ തന്നെ
100 കൈകളെ കൊണ്ട് ജലത്തെ മുകളിൽ കൊണ്ടുപോയി 1000 കൈകളെ കൊണ്ട് തരുന്ന മഹായജ്ഞം നടത്തുന്ന യജമാനായിട്ട് സൂര്യനെ പറയുന്നുണ്ട്. വലിയ യജമാനാണ് സൂര്യൻ. എങ്ങനെ 100 കൈ കൊണ്ട് വെള്ളം കൊണ്ടുപോയി 1000 കൈ കൊണ്ട് തരുന്നു. ഇതൊരു മഹായജ്ഞമാണ്. ആ മഹായജ്ഞ നിർവഹണം ചെയ്യുന്ന യജമാനായിട്ട് സൂര്യനെ വാഴ്ത്തുന്നുണ്ട് ഋഗ്വേദ സംഹിത. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. ഏതായാലും പുരീഷിണം എന്ന് പറയുന്നു. പിന്നെ ജ്ഞാനസ്വരൂപമായ ഈ പിതാവിനെ 7 ചക്രങ്ങളോടുകൂടി, 7 കുതിരകളാൽ വലിക്കപ്പെടുന്ന ചക്രങ്ങളോടുകൂടി, 6 ആരങ്ങളോടുകൂടി, അവിടെ ഹേമന്ത ശിശിരങ്ങളെ ഒന്നിപ്പിക്കാതെ 6ആയി തന്നെ പറയുകയാണ്. 6 ഋതുക്കളായിട്ട് പറയുകയാണ്. അങ്ങനെയുള്ളതായിട്ട് പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ചോദ്യത്തിനുള്ള ഉത്തരമല്ല. ചോദ്യത്തിനുള്ള ഉത്തരം രയി പ്രാണാത്മകമായ പ്രജാപതി എന്നുള്ളത് മാത്രമേ പറയേണ്ടതുള്ളൂ. ബാക്കി സാന്ദർഭികമായി പറഞ്ഞതാ. എപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നു? സംവത്സരം പറഞ്ഞപ്പോൾ, സംവത്സര പ്രജാപതിയെ പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ചില വിഷയങ്ങൾ കൂട്ടിച്ചേർത്തു. പക്ഷെ നമുക്കത് വളരെ പ്രസക്തമാണ്. എങ്കിൽ അടുത്ത പ്രജാപതിയെ പറയുകയാണ്. നോക്കൂ, മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവരൈഃ ശുക്ലപ്രാണഃ തസ്മാദേത ഋഷയ ശുക്ല ഇഷ്ടം കുർവന്തി ഇതരസ്മിൻ. ഒന്ന് ഛേദിച്ച് പറയാം. മാസഃ വൈ പ്രജാപതിഃ തസ്യ കൃഷ്ണപക്ഷഃ ഏവ രൈഃ ശുക്ലഃ പ്രാണഃ തസ്മാത് ഏതേ ഋഷയഃ ശുക്ലേ ഇഷ്ടം കുർവന്തി ഇതരസ്മിൻ. അവിടെയൊക്കെ സന്ധി വരുമ്പോൾ ഒക്കെ ഏകാരം ഐ ആദേശം വന്ന് യകാരം ലോപിച്ചിട്ടുള്ള രൂപമാണെന്ന് മനസ്സിലാക്കണം. മാസോ വൈ പ്രജാപതി തസ്യ കൃഷ്ണപക്ഷ ഏവരൈഃ ശുക്ലപ്രാണഃ തസ്മാദേത ഋഷയ ശുക്ല ഇഷ്ടം കുർവന്തി ഇതരസ്മിൻ. മാസോ വൈ പ്രജാപതി, മാസം നിശ്ചയമായും പ്രജാപതിയാകുന്നു. അപ്പോൾ ആദ്യം സംവത്സരം പ്രജാപതിയാ പറഞ്ഞു. അപ്പോൾ അയനങ്ങളാണ് രയി പ്രാണങ്ങൾ. ദക്ഷിണായന ഉത്തരായണങ്ങൾ യഥാക്രമം രയി പ്രാണങ്ങൾ. ആനുഷംഗികമായി ചില വിഷയങ്ങൾ പറഞ്ഞു സാന്ദർഭികമായിട്ട്. ഇപ്പോൾ ഉപദേശം തുടരുകയാണ്. മാസം പ്രജാപതിയാണ്. അങ്ങനെ മാസം പ്രജാപതിയാണെന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷം രയിയാണ്, ശുക്ലപക്ഷം പ്രാണനാണ്. അത് കൽപ്പനയാണ്. പ്രകാശപൂർണമായത് പ്രാണൻ, അല്ലാത്തത് രയി എന്നെടുത്താൽ മതി. ചന്ദ്രവൃദ്ധിപക്ഷമാണല്ലോ, അതുകൊണ്ടത് പ്രാണനാണ്. ചന്ദ്രക്ഷയപക്ഷമായതുകൊണ്ടത് രയിയാണ്. ഇതാണ് ഉപദേശം. ഇത്രയും പറഞ്ഞപ്പോൾ ഋഷിക്ക് ഓർമ്മ വന്ന സാന്ദർഭികമായിട്ട് ചിലത് കൂട്ടിച്ചേർത്ത്. അത് ഋഷിമാരുടെ സ്വഭാവമാണ്. എന്തെങ്കിലും പറയുമ്പോൾ സാന്ദർഭികമായിട്ട് വേറെ വല്ലതും ഓർമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പറയും. പിന്നെ തിരിച്ചു വരും വിഷയത്തിലേക്ക് കിട്ടുമോ? കാട് കയറി അങ്ങ് പോവില്ല. കാട് കയറും, കയറിക്കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാണ് ഉപദേശ ശൈലി. അപ്പം അതുകൊണ്ട് ആനുഷംഗികമായത് പറയുകയാണ്. തസ്മാത്, അതുകൊണ്ട്, ഏതേ ഋഷയാഹ, ഈ ഋഷിമാരുണ്ടല്ലോ, ഈ ഋഷിമാർ ശുക്ലേ ഇഷ്ടം കുർവന്തി, ശുക്ലത്തിൽ ഇഷ്ടം ചെയ്യുന്നു. ശുക്ലപക്ഷത്തിൽ ഇഷ്ടം ചെയ്യുന്നു, യാഗങ്ങളെ ചെയ്യുന്നു. ആര്? ജ്ഞാനികളായ ഋഷിമാർ. ഇതരേ, അല്ലാത്തവർ, ജ്ഞാനരഹിതന്മാർ, ഇതരസ്മിൻ, കൃഷ്ണത്തിൽ ചെയ്യുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പരാമർശമാണ്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ സ്പഷ്ടമാക്കുന്നുണ്ട്. വളരെ
സമയമെല്ലാം നോക്കി ചിട്ടപ്പെടുത്തി ശുക്ലപക്ഷത്തിൽ ചെയ്യുകയാണെന്ന ഭാവനയിൽ അജ്ഞാനി ചെയ്താലും അത് കൃഷ്ണപക്ഷം തന്നെയാണ്. ജ്ഞാനിയായ ഒരു മഹാൻ ഏത് കൃഷ്ണപക്ഷത്ത് ചെയ്താലും അത് ശുക്ലം തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടാണ് അത്. എപ്പോഴും പ്രകാശപൂർണമായ ഭാവത്തോടു കൂടിയവർക്ക് ഒരിക്കലും ഇരുട്ടില്ല. എപ്പോഴും പ്രകാശപൂർണമായ ഭാവത്തോടു കൂടിയവർക്ക് ഇരുട്ടില്ല. അവരാരും നല്ല ദിവസം നോക്കി എവിടെയും പോകുന്നില്ല. ഇത് സാമാന്യ ലൗകികനോട് പറയരുത്. സാമാന്യ ലൗകികനെ സംബന്ധിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നല്ല സമയം നോക്കേണ്ടി വരും. അതിന് അനേക ഘടകങ്ങളുടെ ആനുകൂല്യവും പ്രാതികൂല്യവും നോക്കേണ്ടി വരും. അതിനാണ് ജ്യോതിഷം നിലകൊള്ളുന്നത്, സമയനിർണയത്തിന്. എന്നാൽ അതിഥികളായവരോ, അതിഥികൾ എന്ന് പറഞ്ഞാൽ തിഥിയില്ലാത്തവർ, നല്ലത് ചീത്ത തുടങ്ങിയ ദിവസങ്ങളില്ലാത്തവർ, അവർക്ക് എന്നും നല്ലതാ. ഈശ്വരനുള്ളിൽ നിറഞ്ഞാൽ എപ്പോഴും വിളിച്ചാണ്. അവിടെ പിന്നെ ഇരുട്ടില്ല. അതുകൊണ്ട് ഈ വിദ്വാൻമാരായ ഋഷിമാർ ബാഹ്യമായിട്ട് എപ്പം നോക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ ചെയ്താലും അത് ശുക്ലപക്ഷമാണ്. അതുകൊണ്ടാണ് വിദ്വാൻമാർ ചെയ്ത ക്രിയകളുടെ സമയമൊന്നും നോക്കണ്ട പറയും. മഹാപുരുഷന്മാരെപ്പോൾ എന്ത് ചെയ്തു അത് നല്ലതാന്ന് നമ്മൾ പറയും. അല്ലാത്തവർ ഓരോ കർമ്മം ചെയ്യാൻ മുഹൂർത്തമൊക്കെ നോക്കി ചിട്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുക. മഹാന്മാരെപ്പോൾ ചെയ്തോ അത് ശുഭമാണ്. കാരണം അവർക്ക് ഇരുട്ടില്ല, എപ്പോഴും വെളിച്ചം. അതുകൊണ്ട് ഈ ജ്ഞാനികളായ ഋഷിമാർ ശുക്ലപക്ഷത്തിലാണ് എപ്പോഴും ജീവിക്കുന്നത്. അവർക്ക് കൃഷ്ണപക്ഷമില്ല, അവർക്ക് രാത്രിയില്ല. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം. ബ്രഹ്മകർമ്മ സമാധിന എന്നുള്ള ഗീതാശ്ലോകത്തിൽ ഒരു വിജ്ഞാനിയുടെ സകലവും യജ്ഞമാണെന്ന് സമർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജ്ഞാനി പ്രത്യേകിച്ച് യജ്ഞം ചെയ്യുന്നില്ല. അവിടെ അർപ്പണവും ബ്രഹ്മമാണ്, ഹവിസും ബ്രഹ്മമാണ്, അഗ്നിയും ബ്രഹ്മമാണ്, കർത്താവും ബ്രഹ്മമാണ്, ലക്ഷ്യവും ബ്രഹ്മമാണ്, മാർഗവും ബ്രഹ്മമാണ്. അതുകൊണ്ട് അവിടെ ഭേദദൃഷ്ടിയിലുള്ള യജ്ഞങ്ങൾ ഇല്ല. അയാളുടെ ശ്വാസോച്ഛ്വാസം പോലും യജ്ഞമയമാണ്. അങ്ങനെയുള്ള മഹാത്മാവ് ദേശകാലങ്ങളുടെ അപേക്ഷയിലല്ലാതെ വർത്തിക്കുന്നു. അവരെന്ത് എപ്പോൾ ചെയ്താലും ശുഭമാണ്. അശുഭം അവർക്കില്ല. അശുഭം വിദ്യതേ, അശുഭം ഇല്ല അവർക്ക്. അവർക്ക് കൃഷ്ണമില്ല, അവർക്ക് അന്ധകാരമില്ല. അത് ചിന്തിക്കുക. അതുകൊണ്ട് മഹാപുരുഷന്മാരുടെ പ്രത്യേക എന്തെങ്കിലും ലോകാനുഗ്രഹാർത്ഥം അവരെന്തെങ്കിലും ചെയ്തതിനെ നമ്മളെടുത്താൽ, പ്രതിഷ്ഠാദി വിഷയങ്ങളായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടിയിട്ടല്ല. ലോകാനുഗ്രഹമായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് ആരും സമയം പരിഗണിക്കാറില്ല. അയ്യേ മോശ സമയത്താണല്ലോ ചെയ്തത്, നല്ല സമയമല്ലല്ലോ എന്നൊന്നും ആരും പറയില്ല. അവരെപ്പോൾ ചെയ്തു അത് ശുക്ലമാണ്. അല്ലാത്തൊരു സമയമൊക്കെ നോക്കി നല്ല ശുക്ലപക്ഷം, പിന്നെ പകല്, അത് മധ്യാഹ്നം അഭിജിത്ത് മുഹൂർത്തം ഒക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുക. ഒന്നും നേരെയാവില്ല. കാരണം ഉള്ളിൽ മുഴുവൻ ഇരുട്ടാ. ഇതരസ്മിൻ വ്യക്തമാണല്ലോ. ഇവിടെ എന്തായാലും ഇത് സാന്ദർഭികമായി പറഞ്ഞതാണ്. ഇവിടുത്തെ ഉപദേശം അത്രയേ ഉള്ളൂ.
എന്താ? ശുക്ലകൃഷ്ണ പക്ഷങ്ങളോടുകൂടിയ മാസം പ്രജാപതിയാണ് എന്നതാണ് ഉപദേശം. മറ്റത് സാന്ദർഭികമായി പറഞ്ഞതാണ്. വ്യക്തമാണല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചിന്തിക്കണേ. കാരണം ഒന്നാം പ്രശ്നം ശരിക്കും നിർണ്ണയിച്ചാലേ രണ്ടാം പ്രശ്നത്തിലേക്ക് കടക്കാൻ പറ്റൂ, 2 നിർണ്ണയിച്ചാലേ 3ലേക്ക് കടക്കാൻ പറ്റൂ. അതാണ് അതിൻ്റെ ഒരു ശൈലി. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത പ്രജാപതിയിലേക്ക് പോകാം. അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഃ പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ തദ്യത് രാത്രൗ രത്യാ സംയുജ്യന്തേ. അഹോരാത്രോ വൈ പ്രജാപതിഃ തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഃ പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ തദ്യത് രാത്രൗ രത്യാ സംയുജ്യന്തേ. അഹോരാത്രോ വൈ പ്രജാപതി. അഹോരാത്രം എന്ന് പറഞ്ഞാൽ ദിവസം, അഹസ്സും രാത്രവും ചേർന്നത്. അഹസ് പകൽ, രാത്രം രാത്രി. അപ്പോൾ പകലും രാത്രിയും ചേർന്ന കാലത്തിനാണ് ദിവസം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം പ്രജാപതിയാണ്. ഇതിനേക്കാൾ താഴ്ന്ന പ്രജാപതി ഭാവം ഇല്ല കേട്ടോ. ഇല്ലേ? ഇതിനേക്കാൾ താഴ്ന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം 2 ചേർന്ന ഭാവം ഉണ്ടാവണം. ദിവസം, അതിനു മുകളിൽ മാസം, അതിനു മുകളിൽ സംവത്സരം. അത്രയേ ഉള്ളൂ. സംവത്സരത്തിന് മുകളിൽ നമുക്കറിയില്ല. ഈ ലക്ഷണമാണുള്ളത്. അപ്പം ദിവസം പ്രജാപതിയാണ്. തസ്യ അഹരേവ പ്രാണഃ. അങ്ങനെ ദിവസത്തെ പ്രജാപതിയായിട്ട് എടുക്കുകയാണെങ്കിൽ പകൽ പ്രാണനാണ്, രാത്രി രയ്യാണ്. ഇതാണ് ഉപദേശം. അപ്പോൾ ഇത്രയും ഉപദേശിച്ചപ്പോൾ സാന്ദർഭികമായി ചില വിഷയങ്ങൾ ബന്ധപ്പെടുത്തി പറയുകയാണ്. അത് പ്രശ്നോപനിഷത്തിൻ്റെ മുഖ്യ വിഷയമല്ല. നേരത്തെ സംവത്സര പ്രജാപതിയെ പറഞ്ഞപ്പോഴും സാന്ദർഭികമായി പറഞ്ഞു, മാസപ്രജാപതിയെ പറഞ്ഞപ്പോഴും സാന്ദർഭികമായി പറഞ്ഞു. അതുപോലെ ദിവസ പ്രജാപതിയെ പറയുമ്പോഴും സാന്ദർഭികമായി പറയുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക. അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഃ. അപ്പം ഇവിടെ പ്രാണൻ, രയി എന്ന് 2 ഭാവങ്ങൾ പ്രജാപതിയുടെ ആവിർഭാവം അല്ലെങ്കിൽ ആവിഷ്കാരം. 2ഉം ചേരുന്നത് ഒരു പ്രജാപതി ഭാവം. അതുകൊണ്ട് തന്നെ രയ്യും പ്രാണനും, അതായത് ദ്രവ്യവും ഊർജവും, 2ഉം ആത്യന്തികമല്ല, ആപേക്ഷികമാണ്. ഈ 2ൻ്റെയും ചേർച്ചയിൽ നിന്നാണ് സകല പ്രജകളും ഉണ്ടാകുന്നത്. ഇതാണ് ഉപദേശം. അതിൽ വിശദമായി ചിന്തിക്കാൻ വേണ്ടി നമ്മളോട് രയി പ്രാണാത്മകമായ സംവത്സരത്തെ ചൂണ്ടിക്കാണിച്ചു. ആനുഷംഗികമായി ചിലതൊക്കെ പറഞ്ഞു. രണ്ടാമത് മാസപ്രജാപതിയെ ചൂണ്ടിക്കാണിച്ചു, ആനുഷംഗികമായി ചിലത് പറഞ്ഞു. ഇപ്പോൾ ദിവസ പ്രജാപതിയെ ചൂണ്ടിക്കാണിച്ചു. അതിൽ പകലാണ് പ്രാണൻ, രാത്രി രൈഹി. നമുക്കെല്ലാം അറിയാം, പ്രകാശപൂർണമായത് പകൽ, അത് പ്രാണൻ. പ്രകാശഭാവം, ചന്ദ്രഭാവം, അത് രൈ. അങ്ങനെ എടുക്കുക.
ഇനി ആനുഷംഗികമായി പറയുകയാണ്, പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി ഏ ദിവാരത്യാ സംയുജ്യന്തേ. യാവരാണോ ദിവാ പകലിൽ, രത്യാ സംയുജ്യന്തേ രതിയോട് ചേരുന്നത്, രതിക്രീഡകൾ ചെയ്യുന്നത്, സ്ത്രീ പുരുഷ ഭേദത്തിലുള്ള വ്യവഹാരം ചെയ്യുന്നത്, മൈഥുനം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ ആരാണോ പകൽ മൈഥുനം അനുഷ്ഠിക്കുന്നത്, സ്ത്രീയും പുരുഷനും ലൈംഗികമായി ചേരുന്നത്, അവർ വീര്യം വാ ഏതേ പ്രസ്കന്ദന്തി, വീര്യത്തെയാണ് നശിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്, വീര്യരക്ഷണം എന്ന ബ്രഹ്മചര്യം പുരുഷനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, സ്ത്രീയെ സംബന്ധിച്ചില്ല എന്നുള്ളത്. കാരണം സ്ത്രീക്ക് വീര്യം എന്നൊരാശയമില്ല. സ്ത്രീയിലുള്ളത് അണ്ഡമാണ്. അണ്ഡം ഒരിക്കലും സ്ത്രീയുടെ നിയന്ത്രണത്തിന് വിധേയമല്ല. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഭ്രൂണമായിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അണ്ഡങ്ങളുണ്ടാവും. അത് ചുരുങ്ങി 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 പ്രായപൂർത്തിയാകാനാവുമ്പോഴത്തേക്ക് ഒരു 300 ചില്ലാൻ അണ്ഡങ്ങൾ ശേഷിക്കും. ഈ 300 ചില്ലാൻ അണ്ഡങ്ങളാണ് ഓരോ നക്ഷത്രമാസത്തിലും ബീജത്തെ കിട്ടാത്ത പക്ഷം പുറത്തേക്ക് പോണത്. അതാണല്ലോ ആർത്തവ പ്രക്രിയ. അങ്ങനെ ബീജത്തെ കിട്ടാത്ത അണ്ഡം പുറത്ത് പോയി കഴിഞ്ഞ് വീണ്ടും ഗർഭപാത്രവും മറ്റും ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടന്നു. വീണ്ടും അടുത്ത മാസം പോവുകയായി, വീണ്ടും അടുത്ത മാസം പോവുകയായി. ഇങ്ങനെ അണ്ഡം മുഴുവൻ തീരുന്നത് വരെ പോയിക്കൊണ്ടേയിരിക്കും. ഒരു 35-36 വർഷങ്ങൾ ആവറേജ്, കൃത്യം പറയാൻ പറ്റില്ല ആർക്കും. ഇന്ന് പിന്നെ ഈ അണ്ഡം മോഷ്ടിച്ച് വിൽക്കണ പരിപാടിയൊക്കെ വളരെ വ്യാപകമാണ്, വളരെ വ്യാപകമാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ മിക്ക ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിലും റിസേർച്ചിന് വേണ്ടി സ്ത്രീകളുടെ അണ്ഡം ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. നിയമം അനുവദിക്കുന്നത് 3 അണ്ഡം എടുക്കാനാണ് ഒരു സമയം. പക്ഷേ ഇന്നത്തെ ടെക്നോളജിയിൽ 18 അണ്ഡം വരെ എടുത്താലും സുഖമായി ശീതീകരിച്ച് നിലനിർത്താനും ഫെർട്ടിലൈസ് ചെയ്യാനും കഴിയും. ഒന്നുകൂടി സൂചിപ്പിക്കാം, ഏറ്റവും അധികം എംബ്രിയോളജിയിൽ ഗവേഷണം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി. ജർമ്മനിയിൽ ഒരു സ്ത്രീയിൽ നിന്ന് അണ്ടെടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടുന്ന് എംബ്രിയോളജിക്ക് ഗവേഷണത്തിന് വേണ്ടതൊക്കെ കിട്ടുന്നത് ചിന്തിച്ചോളാം. ഭാരതം എന്ന് പറയരുത്, പല രാജ്യങ്ങളിൽ നിന്നാണ്, പല രാജ്യങ്ങളിൽ നിന്നാണ്. ശരി, അതൊക്കെ വേറെ വിഷയം. ഏതായാലും അണ്ടം കഴിഞ്ഞാൽ നിന്നു, അപ്പം മെനോപ്പസായി കഴിഞ്ഞു. അതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച് അതിൽ നിയന്ത്രണമില്ല, അത് സ്വാഭാവികമായി സഹജചേഷ്ടയായിട്ട് നടക്കുന്നതാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് അതല്ല, വീര്യം അവൻ്റെ ഇച്ഛയ്ക്ക് അനുരൂപമായിട്ടാണ്. അവൻ്റെ ദൃഢമായ സങ്കല്പത്തിനനുസരിച്ച് വീര്യത്തെ രക്ഷിക്കാൻ കഴിയുന്നു. അപ്പോൾ പകൽ ആരാണോ വീര്യത്തെ പതിപ്പിക്കുന്നത് അവൻ വീര്യത്തെയാണ് നശിപ്പിക്കുന്നത്. വീര്യംബ ഏതേ പ്രസ്കന്ദന്തി, എന്നിട്ടൊന്നിനും കൊള്ളാണ്ടാവും, അങ്ങനെ ക്ഷീണിതാവും, ധാതുശക്തി മുഴുവൻ നഷ്ടപ്പെടും, രോഗഗ്രസ്തമാകും ശരീരം. അപ്പോൾ എന്താ ഉപദേശം? അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശം. ഇത് സാന്ദർഭികമാണ്, ഇത് മുഖ്യ വിഷയമല്ല. പകൽ മൈഥുനം ചെയ്യരുത് എന്ന് ഉപദേശം. ബ്രഹ്മചര്യമേവ തദ്യദ്രാത്രൗ രത്യാ സംയുജ്യന്തേ. രാത്രിയിൽ രതിയോട് ചേരുന്നത് ബ്രഹ്മചര്യം തന്നെയാണ്. അപ്പോൾ രാത്രിയിൽ രതിയോട് ചേരുന്നത് ബ്രഹ്മചര്യം തന്നെയാണ്.
ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ബ്രഹ്മചാരിക്കോ വാനപ്രസ്ഥനോ സന്യാസിക്കോ ഉള്ള നിയമമല്ല. ഇത് കേവലം ഗൃഹസ്ഥന് മാത്രമുള്ള നിയമമാണ്. ഗൃഹസ്ഥന് മാത്രമാണ് അബ്രഹ്മചര്യമാവാം എന്ന് വിധിയുള്ളത്. ബ്രഹ്മചര്യം എല്ലാവരും പാലിക്കേണ്ടതാണ്. ആവർത്തിക്കുന്നു, ബ്രഹ്മചര്യം എല്ലാവരും പാലിക്കേണ്ടതാണ്. എന്നാൽ ഗൃഹസ്ഥന് നിയമിതമായി അബ്രഹ്മചര്യമാവാം. അപ്പം നിയമിതമായി എന്ന് പറയുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ വിസ്തരിച്ച് പോകുന്നില്ല. അതൊന്ന്, പത്നിയുടെ സാഭിലാഷത്വമാണ് ഒരു ഘടകം. സാഭിലാഷയായ പത്നിയെ പ്രാപിക്കണം എന്ന് ഗൃഹസ്ഥന് നിയമമുണ്ട്. പ്രാപിച്ചില്ലെങ്കിൽ പാതകദോഷമുണ്ട്. ഒക്കെ സങ്കീർണ വിഷയങ്ങളാണ്. അതുകൊണ്ട് രാത്രി മൈഥുനം ആചരിക്കുന്നത് ഗൃഹസ്ഥനെ സംബന്ധിച്ച് ബ്രഹ്മചര്യമാണ്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കണം, അനിയമിതമായ മൈഥുനമല്ല, നിയമിതമായ മൈഥുനമാണ്. തൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം മനസ്സ്. ഇതാണ് സാന്ദർഭികമായ ഉപദേശം. വ്യക്തമാണല്ലോ? ശരി, നോക്കൂ. അഹോരാത്രോ വൈ പ്രജാപതി തസ്യാഹരേവ പ്രാണോ രാത്രിരേവരൈഃ പ്രാണം വാ ഏതേ പ്രസ്കന്ദന്തി യേ ദിവാരത്യാ സംയുജ്യന്തേ ബ്രഹ്മചര്യമേവ തദ് യദ് രാത്രൗ രത്യാ സംയുജ്യന്തേ. അപ്പം ഇത്രയും പറഞ്ഞത് സാന്ദർഭികമായി പലതും ചേർത്ത് പറഞ്ഞതാണ്. അപ്പം മുഖ്യ വിഷയം എന്തായിരുന്നു? പ്രജാപതി പ്രജാകാമനായി. ആ പ്രജാകാമത്വം വന്നപ്പോൾ സൃഷ്ടിവിഷയകമായ സങ്കല്പം ചെയ്തു. ആ സങ്കല്പം ചെയ്ത ശേഷം ദ്രവ്യത്തെയും ഊർജത്തെയും രൂപപ്പെടുത്തി. ഇതാണ് ഉപദേശം. എന്നിട്ട് ആ ഊർജദ്രവ്യ ഭാവത്തോടു കൂടിയ, രണ്ട് ഭാവങ്ങളോട് കൂടിയ സംവത്സരം, മാസം, ദിവസം ഇവയെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് പറയുകയാണ്, അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദിമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ തസ്മാദിമാ പ്രജാ പ്രജായന്ത ഇതി. അന്നം വൈ പ്രജാപതി. അന്നം പ്രജാപതിയാണ്. അപ്പം ചിലർക്ക് സംശയം വരും, പ്രജാപതി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാവം വേണമെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞു. അപ്പം അന്നത്തിൽ അതുണ്ടോ? ഉണ്ടല്ലോ. അന്നത്തിൽ അതിൻ്റെ ദ്രവ്യാത്മകമായ ഭാവമുണ്ട്, അതിൻ്റെ ഊർജാത്മകമായ ഭാവമുണ്ട്. കേവലം ദ്രവ്യാത്മകമായ ഭാവം കുറേ വയറ് നിറച്ച് കഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇത് മലയാളിയുടെ ചോറ് ഒരു 10 കിലോ ഒരു ദിവസം ഇരുന്നിട്ട് കഴിച്ചിട്ടൊരു കാര്യമില്ല. അപ്പോഴാണ് അവൻ്റെ പേര് അരി എന്നാവുക. അരി ശത്രു. അതാണ് അരി ശത്രു. സകല രോഗങ്ങളും വരും. എന്താ മലയാളിയുടെ ചോറ് പറയാൻ കാരണം? ചില്ലാനം കൊടുത്ത് മേടിച്ച് ഒക്കെ തിളപ്പിച്ച് അതിൻ്റെ സാരം, നല്ല അംശം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ചണ്ടി കഴിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ ചില്ലാനം കൊടുത്താൽ ഓർത്തിട്ടെങ്കിലും ഒന്ന് വറ്റിച്ച് കഴിച്ചൂടെ? നമുക്കറിയാലോ വറ്റിച്ച് കഴിക്കണ. ഭഗവാനൊക്കെ നേദിക്കുമ്പോൾ നമ്മൾ വറ്റിച്ചിട്ടല്ലേ കൊടുക്കുള്ളൂ. അല്ല, തിളപ്പിച്ച് ഊറ്റിയിട്ടാണോ നേദിക്കാറ്? അല്ല. അത് നേദിച്ചോറ് ഭഗവാനൊക്കെ അങ്ങനെയാണ് സ്വാമി, നമുക്ക് ഇങ്ങനെയാണ്.
എന്നാണ്. അത് തന്നെ വറ്റിച്ചാൽ കഴിച്ചാൽ നന്നായി. അളവ് കുറച്ച് മതി, അളവ് കുറച്ച് മതി, ആരോഗ്യം ഉണ്ടാവും. ഇനി ധാന്യത്തിലോ ചെറുധാന്യത്തിലോ മാത്രമല്ല, എല്ലാ നമ്മൾ ഭക്ഷ്യമായി സ്വീകരിക്കുന്ന എല്ലാത്തിലും ഈ രണ്ടുണ്ട്. അതിൻ്റെ ദ്രവ്യം എന്നുള്ള ഭാവം, അതിൻ്റെ ഊർജം എന്നുള്ള ഭാവം. ഈ രണ്ടും ചേർന്നതുകൊണ്ട് അന്നം പ്രജാപതിയാണ്. ഓർമ്മിക്കണേ, അന്നം പ്രജാപതിയാണ്. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുതേ. അന്നം ന നിന്ദ്യാത് തദ്വ്രതം. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുത്. അത് സാന്ദർഭികമായിട്ട് ഇവിടെ ഋഷി പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കും സാന്ദർഭികമായി പറയാലോ. ഋഷിക്ക് മാത്രമല്ലല്ലോ, നമുക്കൊക്കെ സാന്ദർഭികമായി പറഞ്ഞൂടെ. അന്നത്തെ ഒരിക്കലും നിന്ദിക്കരുതേ. അന്നം ഈശ്വരനാ, അന്നം ഈശ്വരനാ. അന്നം പ്രജാപതിയാണ്, അന്നം ഈശ്വരനാണ്. നമ്മൾ വളരെ ഓർമ്മിക്കണം. അങ്ങേയറ്റം അന്നത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ജീവിക്കാൻ പാടുള്ളൂ. ഒരിക്കലും കഴിക്കുന്ന അന്നത്തെ അഥവാ കഴിക്കാവുന്ന അന്നത്തെ നിന്ദിക്കരുത്, ഒരിക്കലും. പലരും ചെയ്യുന്നുണ്ട്, ഈ കൂട്ടത്തിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്നല്ല പറയണത്. വളരെ കഷ്ടപ്പെട്ട് നമ്മളെ മുമ്പിൽ ഉണ്ടാക്കി കൊണ്ടു തന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുക. ഇത് ശരിയായില്ല, സ്വാദില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറയുക. ഒരിക്കലും ചെയ്യരുത്. അന്നം ഈശ്വരനാണ്. അങ്ങേയറ്റം ആദരവോടുകൂടി മാത്രമേ അന്നത്തോട് പെരുമാറാൻ പാടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും. അന്നം ന നിന്ദ്യാത്, അന്നത്തെ നിന്ദിക്കരുത്. തദ്വ്രതം, അത് വ്രതമാണെന്ന് ഉപനിഷത്ത് പറയും, മഹാവ്രതമാണ്. അതുപോലെ അന്നം ന പരിചക്ഷീത, ഒരാൾ അന്നം ചോദിച്ചാൽ ഒരിക്കലും അതിനെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്. ഇല്ല എന്ന് പറയരുത്. സ്വാമി അപ്പം ഇല്ല ചന്തിയും ഉള്ളത് വീതിച്ചൂടെ? ഒന്നുമില്ല, ഒരു അല്പം വെള്ളം കൊടുത്തൂടെ ഒരാൾക്ക്? അതും അന്നം തന്നെയാണ്. എന്നിട്ട് സ്നേഹപൂർവ്വം, സഹോദര എൻ്റെ അടുത്ത് ഒരു ധാന്യവും ഇല്ല, എന്താ ചെയ്യുക? ആ സ്നേഹപൂർവ്വം പങ്കുവയ്ക്കുക, അതാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അന്നത്തെ എപ്പോഴും ഉത്തമ വൃത്തിയിൽ വേണം നമ്മൾ വ്യവഹരിക്കേണ്ടത്. എപ്പോഴും ഓർമ്മിക്കുക. അന്നം നല്ലോണം കൃഷി ചെയ്തുണ്ടാക്കണം, കൃഷി ചെയ്ത് അന്നം ഉണ്ടാക്കണം. ഈ വിഷയത്തിൽ കേരളം എത്രമാത്രം പിന്നിലേക്കാണെന്ന് ചിന്തിക്കാൻ വയ്യ. ഭാരതത്തിൻ്റെ ആവറേജ് പറയുകയാണെങ്കിൽ 1947 ഉണ്ടായിരുന്ന കൃഷിഭൂമിയുടെ 30% കൂടിയിട്ടുള്ളത്. കൃഷിഭൂമി 1 എന്നുള്ളത് 1.3 എന്നുള്ള ആ തോതിലാണ് കൂടിയത് കൃഷിഭൂമി. 1950 ശേഷം 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയ 51 5 ഇയർ പ്ലാൻ നടപ്പിലാക്കിയതിന് ശേഷം. പക്ഷേ ഭാരതത്തിലെ ഉൽപ്പാദനം 5.5 ഇരട്ടി കൂടി. 5.5 ഇരട്ടി കൂടി. ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ സമർത്ഥരാണ്. എന്നാൽ കേരളത്തിൻ്റെ അന്ന ഉൽപ്പാദനം 6-1 കുറഞ്ഞു, 6-1 കുറഞ്ഞു. നമ്മളെല്ലാത്തിലും നമ്പർ 1 പറയാൻ കേവന്മാരാ, എല്ലാത്തിലും നമ്പർ 1, ഏറ്റവും മികച്ചതാണ്. പക്ഷേ ഇത് മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഓരോരുത്തരും എത്ര ചെയ്യുന്നുണ്ട്, നമ്മുടെ പറമ്പിൽ എത്ര പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്, ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്.
അവിടെയാണ് വേദം നമ്മളോട് പറയുന്നത് അന്നം ബഹുകുർവീത, അന്നത്തെ ഒരുപാട് കൃഷി ചെയ്ത് അന്നം ഉണ്ടാക്കൂ. യയാ കയാച്ച വിധയാ ബഹു അന്നം പ്രാപ്നുയാത്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ധാരാളം അന്നം ഉണ്ടാക്കൂ കേട്ടോ. നമ്മൾ ആരെങ്കിലും അന്നം ഉണ്ടാക്കാൻ പുറപ്പെട്ട അപ്പം അവിടെ ഒരു കൊടി കുത്തിയിട്ട് കൃഷി നിർത്തി. പിന്നെ നിർത്താൻ പറ്റില്ല, പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭൂമിയാടോ, അതൊന്നും വേണ്ടല്ലോ, ഞാൻ കൊടി കുത്തിയാൽ നീ കൃഷി ചെയ്യാൻ പാടില്ല, പിന്നെ നീ കൃഷി ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും. ഇങ്ങനെ കൃഷിഭൂമി നശിപ്പിച്ചു, വ്യവസായശാലകൾ നശിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. ഒന്ന് തിരിഞ്ഞു നോക്കുക, എന്ത് സംഭവിച്ചു നമുക്ക്. അതുകൊണ്ട് അന്നം ഈശ്വരനാണ്, നമ്മളെ തീറ്റിപ്പോറ്റുന്ന ദൈവമാണ് അന്നം. ശരി, അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ. അന്നം വൈ പ്രജാപതി തതോഹ വൈ തദ്രേതഃ. തതഃ ഹ വൈ തദ്രേതഃ, അതിൽ നിന്നാകുന്നു രേതസ് ഉണ്ടാകുന്നത്. രേതസ് പുരുഷ ബീജം. ഇവിടെ രേതസ് എന്നുള്ള ശബ്ദത്തിന് രണ്ടർത്ഥങ്ങളും കാണാറുണ്ട്. ഒന്ന് പുരുഷ ബീജം എന്നുള്ള അർത്ഥവും ആചാര്യന്മാർ പറയുന്നുണ്ട്, ശുക്ലം എന്നുള്ള അർത്ഥവും ആചാര്യന്മാർ പറയുന്നുണ്ട്. രേതശബ്ദത്തിന് രണ്ടും പറയാറുണ്ട്. ഏതായാലും നമുക്കിവിടെ രണ്ടും ശരിയാണ്. അവിടെ ശുക്ലമെന്ന് പറയുമ്പോൾ രേതസ്സിന് ജീവിക്കാനുള്ള, വളരാനുള്ള മാധ്യമമാണ്. നൃബീജത്തിന് നിലനിൽക്കാനും വളരാനുമുള്ള മാധ്യമമാണ് ശുക്ലമെന്ന് പറയുന്നത്. ഇനി രണ്ടും വേർതിരിക്കാതെ പറയുകയും ചെയ്യാം, അതിന് വിരോധമില്ല. എന്തായാലും പുരുഷ ബീജം എന്നർത്ഥമെടുക്കുക. തസ്മാത് ഇമാഹ പ്രജാഹ പ്രജായന്തേ, അതിൽ നിന്നാണ് ഈ പ്രജകളൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ എവിടുന്നാണ് ഈ പ്രജകളൊക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ ഈ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ വിശാലമായ കാഴ്ചപ്പാട് ലഭിക്കില്ലായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ലൈംഗികമായി ബന്ധപ്പെട്ടിട്ട് രേതസ് സ്ത്രീയിൽ പ്രവേശിച്ചാൽ കുട്ടിയുണ്ടാവും എന്ന് നമ്മൾ പറയും. ആ കാഴ്ചപ്പാടല്ല ഇപ്പോൾ ഇവിടെ. മറിച്ച് രൈപ്രാണാത്മകമായി ദ്രവ്യവും ഊർജവും ചേർന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ആ ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും ചേർച്ചയിൽ നിന്നാണ് സമസ്ത പ്രപഞ്ചവും ആവിർഭവിക്കുന്നത് എന്നുള്ളൊരു മഹാസന്ദേശം നമുക്ക് നൽകിക്കൊണ്ടാണ് ഇതിനെ പറയുന്നത്. അതാണ് ഈ ഉപദേശത്തിൻ്റെ ഒരു സൗന്ദര്യം അഥവാ മഹിമ. തുടർന്ന് 2 മന്ത്രങ്ങൾ കൂടിയുണ്ട്, അത് നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്നലെ നമ്മൾ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളൊരു പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ധാരണാപിശകുകൾ മൂലം അച്ഛനോ അമ്മയോ ശപിച്ചാൽ ഫലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, അയാൾക്ക് അത്രയും ധർമ്മത്തിൻ്റെയും ധാർമ്മിക ജീവിതത്തിൻ്റെയും ഉപാസനയുടെയും ബലമുണ്ടെങ്കിൽ ഫലിക്കില്ല. പക്ഷേ ഒരിക്കലും മറ്റൊരാളെ ശപിക്കുന്ന വാക്കുകളും ചിന്തകളും നമ്മളിൽ നിന്നുണ്ടാവരുത്. അതാണ് മുഖ്യം. ഒരിക്കലും, ഒരു കാരണവശാലും. ഇരിക്കട്ടെ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് ചില മാതാപിതാക്കൾ കുട്ടികളോട് നീ അനുഭവിക്കും, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. മഹാപാപം, മഹാപാപം, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുതേ. ശക്തം പദം, പദം ശക്തമാണ്. പദത്തെ ശക്തി പിന്തുടരും. അതുകൊണ്ട് ഒരിക്കലും ലോകത്തിൽ ഒരാളെയും ശപിക്കുന്ന വാക്കുകൾ നമ്മളിൽ നിന്ന് വരരുത്. വല്ലാതെ ദേഷ്യം പിടിച്ച ഒരു അടി കൊടുത്തോളൂ,
ഒരു നുള്ളു കൊടുത്തോളൂ, ഒരു കുത്തു കൊടുത്തോളൂ, ഒരു ഇടി കൊടുത്തോളൂ, എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ, ദുഷിച്ച വാക്ക് പറയരുത്. കാരണം വാക്കിൻ്റെ ശക്തി വളരെ വലുതാണ്. നമ്മളാരെങ്കിലും പരസ്പരം അടിച്ചു എന്ന് വിചാരിച്ചോളൂ, 2-3 മാസം തെറ്റി നടക്കും, പിന്നെ മെല്ലെ ലോഹിയാവും. അത് ഞാൻ നിന്നോട് ദേഷ്യം പിടിച്ച് അടിച്ചു പോയതല്ല, എനിക്കത് അന്നേ അറിയാമെന്നേ, സാരമില്ല, പ്രശ്നം കഴിഞ്ഞു. പക്ഷേ ഒരു ദുഷിച്ച വാക്ക് പറഞ്ഞു പോയാൽ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മുറിവ് ഒരു കാലത്തും ഉണങ്ങില്ല. അതുകൊണ്ട് എല്ലാവരും ഒരു മന്ത്രം കാണാതെ പഠിക്കണം. ജിഹ്വാമേ മധുമത്തമാ, അതാണ് മന്ത്രം. ജിഹ്വാമേ മധുമത്തമാ, എൻ്റെ നാവ് നല്ല മധുരമുള്ളതാകണേ, എൻ്റെ നാവ് നല്ല മധുരമുള്ളതാകണേ. അത് വെച്ചിട്ട് പഞ്ചസാരയോ തേനോ ശർക്കരയോ പുരട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ നല്ല മധുരമുള്ളതാവണം. ഇതായിരിക്കണം നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഒരിക്കലും ദുഷിച്ച വാക്ക് പറയരുത്. അപ്പോൾ ഒരിക്കലും മക്കളോടെന്നല്ല, ആരോടും നീ അനുഭവിക്കും, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊന്നും പറയരുത്. പറഞ്ഞാൽ ഫലിക്കുമോ? ഫലിച്ചൂടാന്നില്ല. എനിക്കൊരനുഭവമുണ്ട് വ്യക്തിപരമായിട്ട്. അതൊരു 30-30 വർഷങ്ങൾക്ക് മുമ്പാണ്. ആശ്രമത്തിലേക്ക് ഒരമ്മയെ ബന്ധുക്കൾ കൊണ്ടുവന്നു. 30 വർഷമായി. ഇവർ ഭ്രാന്തിയെ പോലെയാണ്. അങ്ങേയറ്റം വൈകാരികമായി അലറി വിളിച്ച് കരഞ്ഞും കൊണ്ടാണ് വന്നത്. അവരെ സാന്ത്വനിപ്പിക്കാൻ കൂടെയുള്ളവർക്കൊന്നും കഴിയുന്നില്ല. ഇപ്പം എന്താ സംഭവം വെച്ചാൽ, ഇവർക്കൊരു മകനേ ഉള്ളൂ, ഒറ്റ മകൻ. കുട്ടികളല്ലേ, കുസൃതി കളിക്കില്ലേ? കുട്ടികളാകുമ്പം കുസൃതി കളിക്കണ്ടേ? കുസൃതി കളിക്കാൻ ഞാൻ കുട്ടികളാവുമോ? കുട്ടികളാണെങ്കിൽ കുസൃതി കളിക്കണം, ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും. എത്ര വികൃതി കുട്ടികൾ കളിക്കണ്ടോ അത്രയും മികച്ചവരായിട്ട് അവർ വലുതാവുമ്പം മാറും, ഒരു സംശയമില്ല. ഒരു കുസൃതി കളിക്കാത്തവർ ഒന്നും കൊള്ളാണ്ടിരിക്കും, പിന്നെ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് കുട്ടികളാകുമ്പോൾ നല്ലോണം കുസൃതി വേണം, നല്ലോണം വികൃതി വേണം. അങ്ങനെ ഈ കുട്ടി എന്തൊക്കെയോ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു, ഇതെന്തൊരു അന്ധകനായിപ്പോയി എനിക്ക് ജനിച്ചത് എന്ന് പറഞ്ഞു. ഇതാണ് വാക്ക് പറഞ്ഞത്, ഇതെന്തൊരു അന്ധകനായിപ്പോയി എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഈ കുട്ടി ഈ ഒരു ബസ് തട്ടി, ബസ്സിൻ്റെ പിൻചക്രം തലയിലൂടെ കയറി ഇറങ്ങി, അരഞ്ഞുപോയി. ദേഹത്തിനൊരു കേടുമില്ല, ദേഹം അതുപോലെ ഉണ്ട്, ഒരു മുറിവ് പോലും ഇല്ല. തല എന്നൊരു സാധനം ഇല്ല. കാരണം ഒരു വലിയ ബസ് പിൻചക്രം കയറി അങ്ങോട്ട് ഇറങ്ങിയതാ. കഴുത്തിന് മുകളിലൊരു സാധനമില്ല, പരന്നുപോയി റോഡിൽ. ആ പറഞ്ഞ ദിവസം അതോടുകൂടി ഇവരുടെ സമനില തെറ്റി. ഈ അമ്മ ഒരിക്കലും മകൻ മരിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. ഈ അമ്മ പറഞ്ഞത് കൊണ്ടല്ല മകൻ മരിച്ചത്, അതും പറയാമല്ലോ. ആ കുട്ടിയുടെ പ്രാരബ്ധം കഴിഞ്ഞു, ആ കുട്ടി പോയി. പക്ഷേ സാന്ദർഭികമായ ഒത്തു വന്നുപോയി. ഒത്തു വന്നപ്പോഴോ ചിന്തിക്കുക, അമ്മയുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കുക. കുറേ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഏതായാലും അവർ സമാധാനമായിട്ട് തിരിച്ചുപോയി. നിങ്ങൾ കരയരുത്, മകനെ സംബന്ധിച്ച് മകൻ ഇങ്ങനെയൊക്കെ നിങ്ങൾ ശപിച്ചു, ഇനി അവൻ്റെ ഗതിക്ക് നിങ്ങൾ മുടക്കമുണ്ടാക്കരുത്. കാരണം നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ അവന് സദ്ഗതി ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ വീട്ടിൽ മരണം നടന്നാൽ നമ്മൾ കരഞ്ഞ് ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അത് അവർക്ക് തടസ്സമാണ്. ഒരു ഉയർന്ന പഠനത്തിനോ ഉയർന്ന ജോലിക്കോ ഒരു കുട്ടി വീട് വിട്ടു പോകുമ്പോൾ അച്ഛനും അമ്മയും ഇരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് പോകാൻ വല്ല സന്തോഷം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് മരിച്ചവരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരോട് ചെയ്യുന്ന അപരാധമാണ്. അത് ചെയ്യരുത്. നാമം ജപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, പുരാണ പാരായണങ്ങൾ ചെയ്യുക, സത്കർമ്മങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് വേണ്ടത്. ഏതായാലും ഈ ഒരു അനുഭവം നമുക്കുണ്ട്. ഒരിക്കലും ഒരാളെയും ശപിക്കുന്ന പോലെ പറയരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രീതിയിലുള്ള ശാപവചനങ്ങൾ നിരപരാധികളായ കുട്ടികളെ ബാധിക്കുമോ? ബാധിച്ചേക്കാം, അത്രേ പറയാൻ പറ്റൂ. കാരണം ഈ പറയുന്ന ആൾക്കും വേണമല്ലോ കുറച്ച് ശക്തി.
ഒരു ധാർമ്മികതയില്ലാത്ത വാക്ശക്തി ഇല്ലാത്ത ആൾ പറഞ്ഞാൽ എന്ത് നടക്കാനാ? ഒന്നും നടക്കാൻ പോണില്ല. ഒരു ധാർമ്മികത അയാൾക്കില്ല, ഒരു ഉപാസനയില്ല, അയാളെ വാക്കിന് ഒരു വിലയില്ല വെച്ചാൽ പിന്നെ എവിടെ ഫലിക്കാനാ? ഫലിക്കില്ല. എന്നാലും പറയരുത്, അത് മഹാദോഷമാണ്. ഒരിക്കലും മറ്റാൾക്കാരെ കൊണ്ട് ദോഷം പറയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വൈദേശിക അടിമ മതങ്ങളിൽ ഉള്ളവർ ഭാരതം സ്വതന്ത്രമായി എങ്കിലും ഇന്നും അടിമകളായി തുടരുന്നു. മനസ്സിലായില്ല? ഒരു തരത്തിലും മനസ്സിലാവണില്ല. മലയാളം കുറച്ചൊക്കെ അറിയാം, പക്ഷേ ഈ ഭാഷ മനസ്സിലാവണില്ല. വൈദേശിക അടിമ മതങ്ങളിലുള്ളവർ ഭാരതം സ്വതന്ത്രമായി എങ്കിലും ഇന്നും അടിമകളായി തുടരുന്നു. മനസ്സിലാവണില്ലല്ലോ ഭഗവാനെ. ബാക്കിയും കൂടി വായിച്ചു നോക്കട്ടെ എന്താ എഴുതിയാൾ ഉദ്ദേശിച്ചതെന്ന്. സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്ക് മാത്രമേ സത്യത്തിൽ ലഭിച്ചിട്ടുള്ളൂ. അത് ശരി, അവരുടെ വിശ്വാസങ്ങളുടെ അടിമകളായി കഴിയുന്നു എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അവരുടെ വിശ്വാസങ്ങളുടെ അടിമകളായി കഴിയുന്നു എന്നായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. മറ്റുള്ളവർ ഇന്നും ശരീഅത്തും കാനോൺ നിയമവും അനുസരിച്ച് വിദേശികളെ ഉടമകളായി കരുതി അവരുടെ അടിമകളായി ആത്മാഭിമാനമില്ലാതെ ജീവിക്കുന്നു. സത്യം ഇവരെ എങ്ങനെ ബോധിപ്പിക്കും? എന്തിനാ പത്ര ബോധിപ്പിക്കണമെന്ന് നിർബന്ധം? അവരവരുടെ വിശ്വാസത്തിൽ അവർ കഴിയട്ടെ, തട്ടിമുട്ടി അങ്ങനെ പോട്ടെ. ആരെങ്കിലും ബോധിക്കണം എന്ന് പറഞ്ഞു വന്നുവോ? ബോധിപ്പിച്ചോളൂ, അല്ലാതെ കയറി ബോധിപ്പിക്കാൻ പോകണ്ട. അസ്ഥാനത്തുള്ള ഉപദേശം അനർത്ഥമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരാൾ അഭ്യർത്ഥിക്കാതെ കയറി ഉപദേശിച്ചേക്കരുത്. ചില സൂചനകൾ പറയാം, മുൻകരുതലുകൾ പറയാം, അതിന് വിരോധമല്ല, നമ്മുടെ ധർമ്മമാണ്. പക്ഷെ ഒരിക്കലും ഉപദേശിക്കരുത്. ഉപദേശിക്കണമെങ്കിൽ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അവരങ്ങനെ കഴിയട്ടേന്നേ, അതിലിപ്പോൾ എന്താ പത്ര ദുഃഖമുള്ള? അല്ല, എല്ലാവരെയും നന്നായി കളയാമെന്നുണ്ടോ? എല്ലാവരെയും നേരെയായി കളയാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വെറുതെയാണ്. എനിക്ക് ലോകത്തിൽ ഒരൊറ്റയാളെ നന്നാക്കാൻ പറ്റൂ. ഈ ലോകത്തിൽ എനിക്ക് ഒരൊറ്റയാളെ മാത്രമേ നന്നാക്കാൻ കഴിയൂ, അത് എന്നെ മാത്രമാണ്. അപ്പോൾ സ്വാമി ഇപ്പോൾ എന്തിനേ ക്ലാസ്സൊക്കെ എടുക്കണത്, ഈ ഉപദേശമൊക്കെ ചെയ്യണത്? പ്രാരബ്ധം, അല്ലാണ്ടെന്താ? പറഞ്ഞുകൊണ്ടേ പോകുന്നു. എത്ര വരെ? കാറ്റ് പോണവരെ പറഞ്ഞുകൊണ്ടേ പോകണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉപദേശിച്ച് നിങ്ങളെ അങ്ങ് നന്നാക്കി കളയാമെന്നുള്ള ചിന്തയൊന്നുമില്ല. അങ്ങനത്തെ ചിന്തയില്ല. ഞാൻ നല്ല ആളാണ്, നിങ്ങൾ മോശം ആളാണെന്നുള്ള ചിന്ത എനിക്കില്ല. നമ്മളെല്ലാം തുല്യരാണ്. ചില ആശയങ്ങൾ എനിക്ക് കൂടുതൽ അറിയും, ചില ആശയങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയും. നമ്മൾ തമ്മിൽ ആശയവിനിമയം വേണം, അതാണ് വേണ്ടത്. അതുകൊണ്ട് ആരെയും നന്നാക്കാനൊന്നും നോക്കണ്ടെന്നാണ് അഭിപ്രായം. ധർമ്മത്തിൻ്റെ മൂലം വേദമാണെന്ന് പറയപ്പെടുന്നു. അതെ, അതിൽ സംശയമില്ല. വേദോഖിലോ ധർമ്മമൂലം എന്ന് മനു ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒരു കാര്യത്തിൻ്റെ പ്രാമാണികതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദത്തെയാണ് നാം പ്രമാണമായി അംഗീകരിക്കാറുള്ളത്. അല്ല, പ്രത്യക്ഷം പ്രമാണമാണ്. പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്നതിനെ സംബന്ധിച്ച് ആരും വേദത്തിലേക്ക് പോകാറില്ല. മനസ്സിലായല്ലോ? പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നിനെ ആരും വേദത്തിൽ പോയി പഠിക്കാറില്ല. പ്രത്യക്ഷം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതിന് നമ്മൾ അനുമാനം കൊണ്ട് മനസ്സിലാക്കും. അനുമാനം കൊണ്ടും മനസ്സിലാക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ വേദത്തിലേക്ക് പോയി പഠിക്കുന്നത്. അനുമാനത്തിൽ അന്തർഭവിച്ചതാണ് ഉപമാനവും അർത്ഥാപത്തിയും അനുപലബ്ധിയും. അപ്പോൾ മൊത്തം പ്രമാണങ്ങൾ പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, അർത്ഥാപത്തി, അനുപലബ്ധി, വേദം, ഇവയാണ്. അതിൽ അന്ത്യപ്രമാണമാണ് വേദം. വേദം മാറ്റമില്ലാത്തത് എന്ന സങ്കല്പത്തിലല്ലേ നാം അങ്ങനെ ചെയ്യുന്നത്? വേദം മാറ്റമില്ലാത്തതെന്ന് പറയുമ്പോൾ വേദം പറയുന്ന ഉപദേശത്തിൽ തന്നെ
ചില സന്ദർഭങ്ങളിലൊക്കെ സ്മൃതി അംശങ്ങൾ പറയും. അതായത് ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്ന കാലികമായ ധർമ്മത്തെ പറയും. ദേശകാലങ്ങൾക്കനുസരിച്ച് മാറാത്ത സനാതനധർമ്മത്തെയും പറയും. അത് വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. വേദമെന്ന ഗ്രന്ഥത്തിൽ തന്നെ തമാശകളൊക്കെ പറയും, രൂപകങ്ങൾ പറയും. അതൊക്കെ അതിൻ്റെ നിലയ്ക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ എന്താണ് ഉപദേശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വേദത്തിൻ്റെ വേദത്വം മനസ്സിലാക്കാൻ. അത് മാറ്റമില്ലാത്തതാണ്. എങ്കിൽ ധർമ്മം എങ്ങനെ കാലദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ധർമ്മം കാലദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സാമാന്യ ധർമ്മോപദേശം ചെയ്ത ശേഷം, ശ്രദ്ധിക്കുക, സാമാന്യ ധർമ്മോപദേശം ചെയ്ത ശേഷം വേദം പറയുന്നത് അധയതിതേ കർമ്മ വിചികിത്സാവാ വൃത്ത വിചികിത്സാവാ സ്യാത് ഏ തത്ര ബ്രാഹ്മണാ സമ്മർഷിനഃ യുക്ത ആയുക്താഃ അലോക്ഷാധർമ്മകാമാ സ്യുഃ യഥാ തേ തത്ര വർത്തേരൻ തഥാ തത്ര വർത്തേഥാഃ എന്ന് പറയുന്നത്. സാമാന്യമായി പറയേണ്ടത് ഞാൻ പറഞ്ഞു. ഇനി വിശേഷമായി ദേശകാലങ്ങൾക്കനുസരിച്ച് നിനക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ വേദജ്ഞന്മാരായ വിദ്വാൻമാരെ, അവരെങ്ങനെയുള്ളവരായിരിക്കണം? ആ വിഷയത്തിൽ അറിവുള്ളവരായിരിക്കണം, ഇന്ദ്രിയ സംയമം ചെയ്തവരായിരിക്കണം, മറ്റൊരാളുടെ നിർദ്ദേശം കേട്ട് പ്രവർത്തിക്കുന്നവരാവരുത്, ധർമ്മം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം, രൂക്ഷ സ്വഭാവികളാവരുത്. ഇങ്ങനെയുള്ള മഹാന്മാരോട് സംശയം ചോദിച്ചിട്ട് മനസ്സിലായിക്കോളൂ എന്ന് വേദം പറയുന്നുണ്ട്. കാരണം കാലത്തിനനുസരിച്ച് മാറും പലതും. മാറുന്ന കാലത്തിൽ മാറാത്ത മൂല്യങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് സ്വാധ്യായത്തിൽ നിന്ന് ലഭിക്കും. ബ്രഹ്മം, ഈശ്വരൻ, ഹിരണ്യഗർഭൻ, പ്രജാപതി ഇവർ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരുമോ? വേദാന്തത്തിലും സാഖ്യത്തിലും ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ? സാഖ്യത്തിൽ ബ്രഹ്മം എന്നൊരാശയമേ ഇല്ല. ബ്രഹ്മം എന്നൊരാശയം, ഈശ്വരൻ എന്നൊരാശയം സാഖ്യത്തിലില്ല. സാഖ്യത്തിൽ പ്രകൃതിയും പുരുഷനും മാത്രമേ ഉള്ളൂ. എന്നാൽ വേദാന്തത്തിൽ ഇതെല്ലാമുണ്ട്. ആത്യന്തികമായ സത്യത്തിന്, സർവജഗത് കാരണമായ സച്ചിദാനന്ദത്തിനാണ് നമ്മൾ ബ്രഹ്മശബ്ദം ഉപയോഗിക്കുന്നത്. എല്ലാം ഏതൊരു അടിസ്ഥാന സത്യത്തിൽ നിന്ന് ബൃംഹണം ചെയ്യപ്പെടുന്നുവോ, വിപുലമാക്കപ്പെടുന്നുവോ, അതാണ് ബ്രഹ്മമെന്ന്. ആ ബ്രഹ്മത്തിൽ അനന്യയും അഭിന്നയുമായ ശക്തിക്കാണ് നമ്മൾ മായ എന്ന് പറയുക. ശ്രദ്ധിക്കുക, അനന്യയും അഭിന്നയുമായ ശക്തിക്ക് മായ എന്ന് പറയും. മായായുക്തമായി ജഗത് സൃഷ്ടിയെ സംബന്ധിച്ച സങ്കല്പം വരുമ്പോൾ നമ്മൾ ബ്രഹ്മത്തെ ഈശ്വരൻ അല്ലെങ്കിൽ പ്രജാപതി എന്ന് വിളിക്കും. ഈശ്വരൻ അല്ലെങ്കിൽ പ്രജാപതി. ആ പ്രജാപതിയുടെ, ഈശ്വരൻ്റെ സമ്പൂർണ്ണ സമഷ്ടി ഭാവത്തിൻ്റെയും സൂക്ഷ്മഭാവം, അതായത് ആവിർഭാവത്തിൻ്റെ സൂക്ഷ്മതയാണ് ഹിരണ്യഗർഭൻ. ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഒരു ദൃഷ്ടാന്തം കൊണ്ട് പറയാം. നമ്മൾ ഒരു വിത്ത് എടുക്കുക. ആ വിത്തിൽ പ്രരോഗശക്തിയുണ്ട്. ആ വിത്ത് മുളച്ച് ഒരങ്കുരമാകുന്നു. അങ്കുരത്തിൽ ഇലകളോ കായ്കളോ ഒന്നുമില്ല, ഒരു ചെറിയൊരങ്കുരം. ആ അങ്കുരം വലുതായിട്ട് ചെടിയാകുന്നു, അത് വലുതായി വൃക്ഷമാകുന്നു. ആ വൃക്ഷം ആയിരക്കണക്കിന് ശാഖകളും ലക്ഷക്കണക്കിന് ഇലകളും പൂക്കളും കായകളും പഴങ്ങളും എല്ലാം നിറഞ്ഞതാണെന്ന് മനസ്സിലാക്കുക. എങ്കിൽ ഈ സർവാംഗയുക്തമായ വൃക്ഷം സൂക്ഷ്മഭാവത്തിൽ അങ്കുരത്തിലുണ്ടായിരുന്നു. അത് കാരണഭാവത്തിൽ വിത്തിലുണ്ടായിരുന്നു. ഈ കാരണഭാവത്തിലുള്ള വിത്താണ് ഈശ്വരൻ, അങ്കുരമാണ് ഹിരണ്യഗർഭൻ. ഈ വൃക്ഷാകാരത്തിൽ വിപുലമാണ് വിരാട്. അപ്പോൾ വിരാട് പ്രപഞ്ചം,
അല്ലെങ്കിൽ വിരാട് ഈശ്വരൻ, തൊട്ടു താഴെ ഹിരണ്യഗർഭൻ, അതിന് താഴെ ഈശ്വരൻ. ഇതാണ് അതിൻ്റെ വസ്തുത. ഏതായാലും സാഖ്യത്തിൽ ബ്രഹ്മവും ഈശ്വരനൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുക. ഘടോൽക്കജൻ യുദ്ധത്തിൽ മരിച്ച ശേഷം പാണ്ഡവരുടെ ആദ്യത്തെ പുത്രൻ മരിച്ചു എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ധർമ്മപുത്രരും മറ്റു പാണ്ഡവരും ഉള്ള പാളയത്തിലേക്ക് ശ്രീകൃഷ്ണൻ കയറി വരികയും എന്തിനാണ് നിങ്ങൾ കരയുന്നത്, ആഘോഷിക്കുകയാണ് വേണ്ടത്, ഏതായാലും അവൻ കാട്ടാളനല്ലേ, അവൻ മരിക്കാൻ വെച്ചവനാണെന്ന് പറയുകയും അതും സ്വന്തം അച്ഛൻ്റെ മുൻപിൽ വെച്ച് എന്ന് MT വാസുദേവൻ നായർ അമൃത TV-യിലെ ഒരു പഴയ അഭിമുഖത്തിൽ പറയുന്നത് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പല പ്രമുഖരും പ്രചരിപ്പിക്കുന്നത് കണ്ടു. സന്തോഷം. MT വാസുദേവൻ നായരല്ല, മഹാഭാരതം നോക്കിയിട്ടാണ് നമ്മൾ പ്രാമാണികമായി ചിന്തിക്കേണ്ടത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളിലൂടെ ആയിരക്കണക്കിന് ഉപാഖ്യാനങ്ങളിലൂടെ ധർമ്മത്തെ വർണ്ണിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് മഹാഭാരതം. അത് രാമായണം പോലെ ചെറിയൊരു ക്യാൻവാസല്ല. രാമായണം 24,000 ശ്ലോകങ്ങളുണ്ടെങ്കിലും അത് ചെറിയൊരു ക്യാൻവാസാണ്. മഹാഭാരതം അതല്ല. മഹാഭാരതം അപാരമായൊരു ക്യാൻവാസാണ്. അതിൽ ഇന്നാൾ 100% സ്വീകാര്യരെന്നോ ഇന്നാൾ 100% തള്ളപ്പെടേണ്ട ആളെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നാൾ പൂർണ്ണമായി സ്വീകരിക്കപ്പെടേണ്ടതാണ്, ഇന്നാൾ പൂർണ്ണമായി തള്ളപ്പെടേണ്ടതാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് എല്ലാം കിടക്കുന്നത്. അതിൽ അധർമ്മത്തിൻ്റെ ശക്തികൾ അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും തണലിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ, അധർമ്മത്തിൻ്റെ ശക്തികൾ അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും തണലിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഏതറ്റം വരെ പോയും അവരെ നശിപ്പിക്കണം എന്നുള്ളതാണ് ശ്രീകൃഷ്ണൻ നൽകുന്ന സന്ദേശം. ഈ സന്ദേശത്തിന് ഉചിതമായ പ്രവർത്തനങ്ങൾ ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും സാമാന്യ യുക്തിക്ക് പോലും സാമാന്യ ധർമ്മബോധത്തിന് നിരക്കാത്തതും ചെയ്തിട്ടുണ്ട്. സാമാന്യ ധർമ്മബോധത്തിന് നിരക്കാത്തത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അധർമ്മം ചെയ്തു എന്ന് നമ്മൾ പറയില്ല. നോക്കൂ, ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ അവശ്യ പരിണാമം ദുഃഖമാണ്. യുദ്ധത്തിൻ്റെ അവശ്യ പരിണാമം ദുഃഖമാണെന്ന് മനസ്സിലാക്കി യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും. അവരെടുത്ത് പോയി പിരികേറ്റി പ്രതിജ്ഞയൊന്നും ഓർമ്മയില്ലേ? അധർമ്മത്തെ നശിപ്പിക്കുന്നു പറഞ്ഞത് ഓർമ്മയില്ലേ? ചില അഴിഞ്ഞു കിടക്കുന്ന തലമുടികളെക്കുറിച്ച് ഓർമ്മയില്ലേ? ചില രക്തം കുടിക്കുന്നൊക്കെ പ്രതിജ്ഞ ചെയ്തത് ഓർമ്മയില്ലേ? എന്ന് ഓരോരുത്തരെ വീര്യവത്താക്കിയിട്ടാണ് കൃഷ്ണൻ യുദ്ധത്തിന് പ്രേരണ കൊടുക്കുന്നത്. അതേ ശ്രീകൃഷ്ണൻ തന്നെയാണ് യുദ്ധം ഇല്ലാണ്ടാക്കാൻ ദൂതിന് പോയതും. യുദ്ധം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചതും കൃഷ്ണനാണ്, യുദ്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചതും കൃഷ്ണനാണ്. ഏതായാലും യുദ്ധത്തിൻ്റെ പ്രാഥമിക സന്ദർഭത്തിൽ ഘടോൽക്കജൻ മരിച്ച സമയത്ത് അത്യന്തം വീര്യം നഷ്ടപ്പെട്ട് അയ്യോ പാണ്ഡവരുടെ നമ്മുടെ ഒന്നാമത്തെ മകൻ പോയല്ലോ എന്നും പറഞ്ഞ് വിലപിച്ചിരുന്ന് ഇവർ പരാജയത്തിലേക്ക് എത്തിക്കൂടാ. അതുകൊണ്ട് അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ പറഞ്ഞു. അത്രയും നമുക്ക് എടുക്കാൻ പറ്റൂ. അതിൽ മറ്റൊരു ദുഷ്ടദൃഷ്ടിയിൽ നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. അത്രയും നമുക്ക് പറയാൻ അറിയുള്ളൂ. അവിടെ ഒരു ദുഷ്ടദൃഷ്ടിയിൽ നോക്കേണ്ട ആവശ്യമില്ല. അവ മരിക്കാൻ വെച്ചവനാണെന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭാഗം ഓർമ്മയില്ല കേട്ടോ. ഈ മഹാഭാരതമൊക്കെ വലിയൊരു ക്യാൻവാസാണല്ലോ. വായിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ ശ്ലോകാനുശ്ലോകമൊന്നും ഓർമ്മയില്ല. തുറന്ന് പറയുകയാണ്.
അത് പുസ്തകം കൊണ്ടുവന്ന് പരിശോധിച്ചാൽ നമുക്ക് പറയാം. അല്ലാതെ ഓർമ്മയില്ല. ആ ഭാഗത്ത് കൃത്യം എന്താണ് കൃഷ്ണൻ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. അവൻ മരിക്കാൻ വെച്ചതാണെന്ന് പറഞ്ഞുവെന്ന് തോന്നുന്നില്ല. മറിച്ച് അവൻ്റെ മരണത്തിൽ നിങ്ങൾ എല്ലാവരും ദുഃഖിക്കരുത്, അവന് നിങ്ങളെല്ലാവരും ശ്രാദ്ധാദി കർമ്മം ചെയ്യേണ്ടവരുമല്ല, എല്ലാവരും ദുഃഖിക്കരുത്, ഊർജ്ജസ്വലരായി നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. മറ്റത് ഓർമ്മയില്ല. സനാതനധർമ്മം ഉച്ചനീചിത്വ കൽപ്പനകൾ മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വലിയൊരു ഇന്ധനമാണ്. അവർ ശ്രമിക്കട്ടെന്നേ, എന്താ കുഴപ്പം? എന്തിനാ വെള്ളപൂശാൻ നടക്കുന്നത്? നീ അങ്ങനെയാണ് മനസ്സിലാക്കണത്, അങ്ങനെ മനസ്സിലാക്കിക്കോളൂ എന്ന് പറയാം. നോക്കൂ, അങ്ങനെ ഉച്ചനീചിത്വ കൽപ്പനകളായിരുന്നെങ്കിൽ യുധിഷ്ഠിരനോ അർജുനനോ നകുലനോ സഹദേവനോ ഭീമപുത്രനെ അംഗീകരിക്കുമോ? ചോദ്യം 1. 2, കേവലം കാമചേഷ്ടയിൽ നിന്നുണ്ടായതാണ് ആ പുത്രനെങ്കിൽ ഭീമൻ അംഗീകരിക്കുമോ? മനസ്സിലായില്ല? കേവലം കാമചേഷ്ടയിൽ നിന്നുണ്ടായൊരു പുത്രനാണ് അതെങ്കിൽ ഭീമൻ പുത്രനായിട്ട് അംഗീകരിക്കുമോ? അംഗീകരിക്കാതിരുന്നൂടെ? അപ്പോൾ ഒരു വിഷയത്തിൻ്റെ നാനാവശങ്ങളെ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇത് സനാതനധർമ്മത്തെ നിന്ദിക്കാൻ വേണ്ടി മാത്രം പരിശ്രമിച്ച് അവിടുന്നും ഇവിടുന്നും തോണ്ടിയെടുക്കുന്നവരോടൊന്നും മറുപടി പറയാൻ പോണ്ട. അങ്ങനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല നമ്മുടെ ഊർജം. മറിച്ച് അവരോട് സമ്യക്കായി പൂർണ്ണമായി പഠിക്കാൻ പറയുക, പഠിച്ച ശേഷം പറയൂ എന്ന് പറയുക. വിമർശിക്കാനും നിന്ദിക്കാനുമാണെങ്കിൽ ഏത് സദ്ഗ്രന്ഥത്തിലും നമുക്ക് നിന്ദിക്കാൻ വക ഉണ്ടാവും, ഏതിലും ഉണ്ടാവും. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഏതിലും ഉണ്ടാവും. അതിനാൽ ഉദ്ദേശിക്കപ്പെടുന്ന നന്മകളെ ഉൾക്കൊള്ളാനാണോ എങ്കിൽ ജീവിതം ധന്യമാകും. അത്രേ പറയാനുള്ളൂ. യാഗവും യജ്ഞവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിവരിച്ചു തന്നാലും. ഇവിടെ യാഗം യജ്ഞം രണ്ടും ഉണ്ടാവുന്നത്, രണ്ട് ശബ്ദവും ഉണ്ടാവുന്നത് ഒരു ധാതുവിൽ നിന്ന് തന്നെയാണ്. യജ് ദേവപൂജാ വിധി സംഗതികരണ ദാനേഷു എന്നൊരു പറയാം. യജ് ദേവപൂജാ വിധി സംഗതികരണ ദാനേഷു എന്നുള്ള ധാതുവിൽ നിന്നാണ് യാഗവും യജ്ഞവും ഒക്കെ ഉണ്ടാവുന്നത്. പ്രത്യയത്തിനേ മാറ്റമുള്ളൂ. എന്നാൽ അവയുടെ വിനിയോഗത്തിന് മാറ്റമുണ്ട്. യജ്ഞം എന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടിയ, പൂജാഭാവത്തോടു കൂടിയ, സമർപ്പണ ഭാവത്തോടു കൂടിയ എല്ലാ ക്രിയകളെയും നമ്മൾ യജ്ഞശബ്ദം കൊണ്ട് പറയാറുണ്ട്. എന്നാൽ യാഗശബ്ദം എപ്പോഴും അഗ്നിഹോത്രമടങ്ങുന്നത് ഹോമകുണ്ഡത്തിൽ വിധിപ്രകാരം അഗ്നി ജ്വലിപ്പിച്ച് വിധിപ്രകാരം മന്ത്രപൂർവം ഹവിരർപ്പണം ചെയ്യുന്നതിന്, ആജ്യദാനം ചെയ്യുന്നതിനാണ് യാഗം എന്ന് പറയുന്നത്. അവിടെ വിശിഷ്ട ദേവതകളെ പ്രീതിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. യാഗങ്ങളിൽ ഈശ്വരാർപ്പണ ഭാവമൊന്നുമില്ല. യാഗങ്ങളിൽ ദേവതാർപ്പണമുണ്ട്. ആ ദേവതാർപ്പണത്തിലൂടെ തനിക്ക് പുണ്യം, ആ പുണ്യത്തിലൂടെ സ്വർഗം പ്രാപിക്കുക. യജ്ഞം അതല്ല. യജ്ഞം തീർത്തും അർപ്പണഭാവത്തിലാണ്. ഭക്ഷണം, ഭോജനം ആയോ? അതുകൂടി കഴിഞ്ഞിട്ട് മതി. ഒരു 9 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് മതി. ഭക്ഷണം, ഭോജനം, അശനം, ആഹാരം, അന്നം ഇവ എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ഭഗവാനെ, ഇത് കുറച്ച് വലിയ ചോദ്യമാണല്ലോ. ജഗ്ധ് ധാതുവിൽ ഭോജനാർത്ഥത്തിൽ ഭക്ഷ് ആദേശം വരും.
അങ്ങനെ ജഗ്ധിൽ ഭക്ഷ് ആദേശം വന്നിട്ടുണ്ടാവുന്ന ശബ്ദമാണ് അന പ്രത്യയം പരമാകുമ്പോൾ ഭക്ഷണം ചാൽ കഴിക്കാൻ യോഗ്യമായത്. ഭക്ഷണം അകത്തേക്കാക്കാൻ യോഗ്യമായതാണ് ഭക്ഷണം. ഭോജനം ഭുജ് തന്നെയാണ്, ധാതു ഭുജാണ്. അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്, കഴിക്കാൻ യോഗ്യമായത്. അശനം അത് ധാതുവാണ്, അതിൻ്റെ അർത്ഥവും കഴിക്കുക എന്നുള്ളതാണ്. അശനം കഴിക്കുക. താല്പര്യം നമുക്ക് അശനം ഭക്ഷിക്കാൻ യോഗ്യമായതിനും പറയാം, കഴിക്കുക എന്ന ക്രിയയ്ക്കും പറയാം അശനം എന്നുള്ളത്. ആഹാരം ഹൃ ഹരണേ എന്നുള്ള ധാതുവാണ്, ആ പൂർവകമായി വരുന്നതാണ്. അപ്പോൾ കണ്ണിലൂടെ കാണുന്നത്, ചെവിയിലൂടെ കേൾക്കുന്നത്, മൂക്കിലൂടെ മണക്കുന്നത്, നാക്കിലൂടെ രുചിക്കണത്, ത്വക്കിലൂടെ സ്പർശിക്കണതൊക്കെ ആഹാര. ഈ നേരത്തെ പറഞ്ഞ ഭക്ഷണം മാത്രമല്ല ആഹാരം, എല്ലാത്തിലൂടെയും ഉള്ളിലേക്ക് എടുക്കുന്നത് ആഹാരമാണ്. ഭക്ഷണം ആഹാരമാണ്, ആഹാരം എല്ലാം ഭക്ഷണമല്ല. കാരണം എല്ലാ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നതും ആഹാരം തന്നെയാണ്. അന്നം എന്ന് പറഞ്ഞാൽ അദ്യതേ ഇത് അന്നം, ഭക്ഷിക്കപ്പെടുന്നത് എന്തോ അത് അന്നം. എന്താണോ ഭക്ഷിക്കപ്പെടുന്നത് അതാണ് അന്നം. അന്നം പ്രധാനമായിട്ട് 4 പ്രകാരത്തിലുണ്ട്. പേയം കുടിക്കേണ്ടത്, ചോഷ്യം അഥവാ ലേഹ്യം വലിച്ച് കഴിക്കേണ്ടത്, പിന്നെ ഖാദ്യം കടിച്ച് കഴിക്കേണ്ടത്. കടിച്ച് കഴിക്കേണ്ടതിനെ ഭക്ഷ്യമെന്നും പറയും. ഈ ചോഷ്യത്തിന് ഇടയ്ക്കിപ്പുറത്ത് ലേഹ്യമുണ്ട്, ചോഷ്യത്തിനും ഖാദ്യത്തിനും ഇടയ്ക്ക് ലേഹ്യപ്പാകമുണ്ട്. അപ്പോൾ തനി ദ്രാവകാവസ്ഥയിൽ പച്ചവെള്ളമൊക്കെ അന്നമാണ്. ചിലർ പറയും ഇന്ന് ഏകാദശി ആട്ടോ ഞാൻ അന്നം കഴിക്കണില്ല, അപ്പോൾ നീ കുറച്ച് വെള്ളം കുടിക്കണേ ഞാൻ കണ്ടല്ലോ, അതെന്താ അന്ന് അന്നല്ലേ? അപ്പോൾ നമ്മൾ വിചാരിച്ചു വെച്ചുള്ളത് അരി കഴിക്കണതാ അന്നം, അതല്ല. അന്നം ചതുർവിധമായിട്ടുള്ളത് പേയവും ചോഷ്യവും ലേഹ്യവും ഖാദ്യവും അന്നമാണ്, മനസ്സിലാക്കുക. ചില സ്തുതികൾ ചൊല്ലുമ്പോൾ, ഉദാഹരണത്തിന് ഹസ്താമലക ഗീതം അവസാന ശ്ലോകം തവാപീഹ വിഷ്ണോ എന്ന് അവസാനിക്കുന്നത് ചൊല്ലുമ്പോൾ പലപ്പോഴും സന്തോഷാധിക്യത്താൽ കരച്ചിലും ചിരിയും ഒരുമിച്ച് വരുന്നു. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇതിന് കാരണം? അത് അതിനോട് താതാത്മ്യപ്പെടുന്നതുകൊണ്ടാണ്. നമ്മൾ താതാത്മ്യപ്പെടാതെ ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്നും പറഞ്ഞ് മാറിയിരുന്ന് പാരായണം ചെയ്യുമ്പോൾ ഒരു വികാരവും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കരഞ്ഞു വരും, ചിലപ്പോൾ ചിരിച്ചു വരും. അതിനെന്താ കുഴപ്പം? ഒരു സിനിമ നമ്മൾ കണ്ടു, ഒരു ഭാവഭേദം ഇല്ലാണ്ട് കാണുക. എന്തിനാ പിന്നെ കാണുന്നത്? ഒന്ന് അതിനോട് ചേരണ്ടേ? നല്ല സ്റ്റണ്ടൊക്കെ കാണുമ്പോൾ ഒരു ഉഷാറുണ്ടാവുക, കൊമേഡിയൻ ചിരിപ്പിക്കുമ്പോൾ ഒന്ന് ചിരിക്കുക, കരയേണ്ട സമയം വരുമ്പോൾ ഒരു കരയുക, ഒരു സുഖമല്ലേ? അതിനല്ലേ ഇപ്പോൾ ഇത് കാണുന്നത്. വികാര ഭേദങ്ങളിലൂടെ കടന്നു പോകാനല്ലേ ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. തത്വം നല്ലപോലെ വിചാരം ചെയ്ത് ഉറപ്പിക്കുക. നമുക്ക് വൈചാരിക തലമുള്ളതുപോലെ വൈകാരിക തലവും നമുക്കുണ്ട്. നമുക്കൊക്കെ ഇൻ്റലക്ച്വൽ ലെവലുണ്ട്, ഇമോഷണൽ ലെവലുണ്ട്. അപ്പോൾ ഇമോഷണലായിട്ടുള്ളതിൽ ചിലപ്പോൾ കരച്ചിൽ വരും, ചിലപ്പോൾ ചിരി വരും. അതില്ലാന്ന് കാണിക്കുകയൊന്നും വേണ്ട, കപടത ഒരിക്കലും വേണ്ട. ഇതൊക്കെ എന്തോ മോശമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ കപടമായിട്ട് ഇതൊന്നും ഇല്ലയെന്ന് കാണിക്കാൻ പരിശ്രമിക്കും. അത് വെറുതെ സംഘർഷം ഉള്ളിൽ വളർത്തും. എനിക്ക് കരയാൻ തോന്നി ഞാൻ കരയും, എനിക്ക് ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കുകയും ചെയ്യും. അയ്യേ ചിദാനന്ദപുരസ്വാമി കരയണം കിട്ടുമോ എന്ന് പറയാൻ നിനക്കെന്ത് അധികാരം? അല്ല, സ്വാമി കരയുന്നു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ആരുടെ അടുത്തോ അതിട്ട് കരഞ്ഞ എൻ്റെ അടുത്തോ വിചാരിച്ചതിൻ്റെ അടുത്തോ? മനസ്സിലായില്ല? കപടത്തെ ആവശ്യമില്ല, ഉള്ള പോലെ. എന്താ കുഴപ്പം? പിന്നെ നാട്ടുകാർ ചിലപ്പോൾ പ്രാന്തെന്ന് പറഞ്ഞു എന്ന് വരും. പിന്നെ ആർക്കാ പ്രാന്ത് ഇല്ലാത്തത്? ചെറിയൊരു ഡിഗ്രിയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ, അല്ലേ? ചെറിയൊരു ലെവലിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ നമുക്കൊക്കെ.
പിന്നെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റാണ് കിട്ടാൻ ആഗ്രഹിക്കണമെന്ന് വെച്ചാൽ ഇതൊന്നും ചെയ്യാൻ പോകണ്ട, നാമം ജപിക്കേണ്ട, ഒന്നും വേണ്ട, കീർത്തനം വേണ്ട, പൂജ വേണ്ട, ഒന്നും വേണ്ട. നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ജീവിക്കണമെന്ന് വെച്ചാൽ. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട, ഇതാണ് പറയാനുള്ളത്. ഈയിടെയായി ഏറെ വിമർശനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഗ്രന്ഥമാണ് മനുസ്മൃതി. ഈയിടെ ഇല്ലല്ലോ, ഒരു 10-20 കൊല്ലം മുമ്പായിരുന്നു. 10-20 കൊല്ലം മുമ്പ് മനുസ്മൃതി കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. മനുസ്മൃതി കത്തിക്കാൻ കേരളത്തിൽ ആഹ്വാനം ചെയ്തത് ഈ ആലപ്പുഴയിൽ നിന്നാണ്. KR ഗൗരിയമ്മയായിരുന്നു. എത്ര പേർ ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഒരു കാരണവുമില്ല. എന്താ അപ്പം അതൊക്കെ? അതാ വരണോ മനുസ്മൃതി പ്രകാശനം. പ്രസാധകന്മാർ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയ്ക്കധികം ബുക്ക് വിറ്റ് തീരുന്നു. പ്രീ പബ്ലിക്കേഷനിൽ 3000 പ്രതീക്ഷിച്ചവർക്ക് 16,000 ബുക്കാണ് വിറ്റുപോയത്. എന്തോ അന്തർധാര ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഈ അന്തർധാരേൻ്റെ സ്വഭാവമൊന്നും നമുക്കറിയില്ല, പക്ഷെ അനുഭവമുണ്ട്. 3000-ലധികം വിൽക്കില്ല എന്ന് അക്കാലത്ത് ഉറപ്പിച്ച കൃതി 16,000 വിറ്റു. കാരണം നാട്ടിൽ ചർച്ച ഉണ്ടായതുകൊണ്ട്. എന്താ ഇപ്പം മനുസ്മൃതി ചെയ്ത അപരാധം? സ്വാമി, മനുസ്മൃതി വളരെ മോശമാണ്. അതിലൊരുപാട് നന്മകളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. കാരണം മനുസ്മൃതി സ്മൃതിയാണ്, ശ്രുതിയല്ല. സ്മൃതി കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന നിയമങ്ങളാണ്. ഇപ്പം നമ്മുടെ സ്മൃതി ഏതാ? ഇപ്പം നമ്മുടെ സ്മൃതി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വിദഗ്ധന്മാർ, പ്രഗത്ഭന്മാർ ചർച്ച ചെയ്ത് എഴുതി ഉണ്ടാക്കി, വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് ഓരോ ആർട്ടിക്കിളിനെ സംബന്ധിച്ചും ദിവസങ്ങൾ നീണ്ട ചർച്ച നടന്ന് അവസാനം നമ്മൾ 1949 നവംബർ 26 അംഗീകരിച്ചു. 1950 ജാനുവരി 26 പാസ്സാക്കി യൂണിയൻ നിലവിൽ വന്നു. യൂണിയനാണേ നിലവിൽ വന്നത്, ഫെഡറേഷൻ അല്ല, ഓർമ്മിക്കണം. ഇന്നത്തെ രാഷ്ട്രീയക്കാർ പലരും പറയണത് കേട്ടിട്ടുണ്ട്, ഭാരതത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു എന്നൊക്കെ. നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്കൊരു ഫെഡറൽ സംവിധാനം ഇല്ല. നമ്മുടെ ഭരണഘടന യൂണിയൻ സംവിധാനമാണ്, ഫെഡറൽ സംവിധാനമല്ല. ഫെഡറൽ സംവിധാനമുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുണ്ട്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുണ്ട്, അവിടെയൊക്കെ ഫെഡറലാണ്. നമ്മളത് ഫെഡറലല്ല. ശരി, ഏതായാലും അതിനുശേഷം ഇന്ന് വരെ 100 ചില്ലാൻ അമെൻമെൻറ്റ് വന്നു. വെറും 76 കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ എത്ര അമെൻമെൻറ്റ് വന്നു? അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലം മുമ്പുള്ളൊരു നിയമഗ്രന്ഥത്തിൽ ഒരുപാട് അംശങ്ങൾ സ്വീകരിക്കപ്പെടാതെ കിടക്കില്ലേ? ഇല്ല, അതുറപ്പല്ലേ? നിയമഗ്രന്ഥമല്ലേ അത്. അപ്പം അതിനെ നിന്ദിക്കണവർ മൂഢന്മാർ എന്നല്ലാണ്ട് എന്ത് പറയാനാ? അവരോടൊന്ന് ചോദിക്കട്ടെ, 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കൃതി, നിയമം, അതിൻ്റെ ഒരു 30% പ്രായോഗികമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ബഹുമാനിച്ചൂടെ അതിനെ? 30 അല്ല, ഒരു 60-70% പ്രായോഗിക എന്നല്ല. ചില വിഷയത്തിലൊക്കെ മനുസ്മൃതി ഇന്നും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ചില വിഷയത്തിലൊക്കെ. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം. ഇന്ന് ഈ മെഷറിങ് എക്യുപ്മെൻറ്റ്സ്, തുലാസൊക്കെ എത്ര കാലം കൂടുമ്പോൾ ആ സീല് വെക്കേണ്ടത്? കൊല്ലത്തിലാ? കൊല്ലം. മനുസ്മൃതി പറയണത് 6 മാസമാണ്. 6 മാസത്തെ സീല് വെക്കണം. നല്ലതാണോ ചീത്തയാണോ? നമ്മളിന്ന് സർവേ കല്ല് കുഴിച്ചിട്ടുണ്ട് പറമ്പിലൂടെ അളന്നിട്ടൊക്കെ. കയ്യൂക്കുള്ളവന് കുറച്ച് നീക്കി വെക്കാനൊക്കെ കഴിയും. പക്ഷെ മനുസ്മൃതി പറയണത് സർവേ കല്ല് വെച്ചാൽ പോരാ. സർവേ കല്ല് വെക്കുമ്പോൾ അടിയിൽ 1 കോല് 1.5 കോല് താഴെ ഒരു കുടം കുഴിച്ചിടണം, എന്നിട്ട് മണ്ണിടണം. അതിന് നേർക്ക് മുകളിലേ സർവേ കല്ല് കുഴിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ കയ്യേറ്റങ്ങൾ വന്നാൽ കോടതിക്ക് നിർണ്ണയിക്കാൻ എളുപ്പമാണോ അല്ലയോ? ഇങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടെന്നറിയോ മനുസ്മൃതിയിൽ? എവിടെയും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ ആദരിക്കപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെ എന്തൊക്കെ നന്മകൾ മനുസ്മൃതിയിലുണ്ട്. കുറേ തിന്മകളുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. പക്ഷെ ആ കാലത്തത് തിന്മയല്ല. കാരണം സാമൂഹിക നിയമക്രമം അങ്ങനെയാണ്. സമയം നമ്മളിത് കഴിഞ്ഞു, 1 മിനിറ്റ് കഴിഞ്ഞു. എങ്കിലും ഒറ്റ ഉദാഹരണം മാത്രം പറയാം. നമ്മൾ ഒരു 30 കൊല്ലം മുമ്പ് നമ്മൾ കൂടി ഇവിടെ ഇരിക്കുക എന്ന് വിചാരിച്ചോളൂ. 30 വേണ്ട, ഒരു 25 കൊല്ലം മുമ്പ് നമ്മൾ കൂടിയിരിക്കുക ഇതേ